ഓം പീതാംബരം കരവിരാശങ്കുചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഗീതയിൽ 3-ാം അധ്യായം 5 ശ്ലോകങ്ങളാണ് കർമ്മയോഗത്തിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം. ഇനി 6-ാമത്തെ ശ്ലോകം തൊട്ടാണ്. അതായത് ജനിച്ചാൽ മരണം വരെ നഹി കശ്ചിക്ഷണമപി ജാതസൃഷ്ടത്തെ കർമ്മ കാര്യദേഹ്യ വശക്കർമ്മ സർവപ്രഗതി ജയ ഗുണ എന്ന് പറഞ്ഞു. ജനിച്ചാൽ മരണം വരെ ആർക്കും അനങ്ങാതിരിക്കാൻ സാധ്യമല്ല. നമുക്കെന്നല്ല, ഈ പ്രപഞ്ച സൃഷ്ടി എപ്പോൾ ആരംഭിച്ചോ അചഞ്ചലമായിരിക്കുന്ന ബ്രഹ്മം ചലനാത്മമായിട്ട് വീണ്ടും തിരിച്ച് ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്നവരെ ഒരു കൽപ്പാന്തകാലം മുഴുവൻ ഈ പ്രപഞ്ചം തന്നെ ചലനാത്മകമാണ്. നഹി കച്ചിക്ഷണമായി ഒരു നിമിഷം പോലും അനങ്ങാതിരിക്കാൻ സാധ്യം. അപ്പം നമ്മൾ ശരീരം കൊണ്ട് അനങ്ങാതിരുന്നാലും നമ്മുടെ മനസ്സും ബുദ്ധിയും അഹംബോധവും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ശരീരം നിഷ്ക്രിയമായിരിക്കുമ്പോഴും മനസ്സും ബുദ്ധിയും കർമ്മനിരതമായിരിക്കും. ത്രിഗുണങ്ങളുടെ സ്വാധീനം ഉള്ളിടത്തോളം കാലം ഈ പ്രപഞ്ചം അവസ്ഥാത്രയത്തിൽ ചലനാത്മകമായിരിക്കും. ഓരോ നിമിഷവും അവസ്ഥാത്രയം സംഭവിച്ചുകൊണ്ടായിരിക്കണം. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസ്സസ്മരൻ മനസ്സാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാം മിഥ്യാചാരസ ഉച്യതേ. കർമ്മേന്ദ്രിയാണി സംയമ്യ, കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ചിട്ട്, യാ മനസ, ആരാണോ മനസ്സുകൊണ്ട്, ഇന്ദ്രിയാർത്ഥാൻ സ്മരൻ, ഇന്ദ്രിയ വിഷയങ്ങളെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ആസ്തേ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്, വിമൂഢാത്മാ വിവേകശൂന്യനായ അവൻ, മിഥ്യാചാരസ ഉച്യതേ, മിഥ്യാചാരമാണ് ചെയ്യുന്നത്. അതായത് ആരാണോ കർമ്മേന്ദ്രിയങ്ങളെ അടക്കി വെച്ചിട്ട് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളായിരിക്കുന്ന വിഷയങ്ങളെ, ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, വിവേകശൂന്യനായിരിക്കുന്ന അവൻ മിഥ്യാചാരൻ. മിഥ്യാചാരൻ എന്ന് പറഞ്ഞാൽ പാപം ആചരിക്കുന്നവൻ എന്നർത്ഥം എന്ന് പറയപ്പെടുന്നു. കർമ്മത്തിൽ മനോവൃത്തികളും ഉൾപ്പെടുമെന്ന് ഇത് വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പം നമ്മൾ കർമ്മേന്ദ്രിയം കൊണ്ടൊന്നും ചെയ്യില്ല, മടി പിടിച്ചിരിക്കുക, ശരീരം കൊണ്ടൊന്നും ചെയ്യുന്നില്ല. പക്ഷെ വെറുതെ ഇരുന്നിട്ട് മനസ്സുകൊണ്ട് അതൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മഹാപാപമാണെന്നാണ് പറയുന്നത്. അതിനെയാണ് മിഥ്യാചാരം. മിഥ്യാചാരം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തത്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതിനെയാണ് മിഥ്യാചാരം എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സുകൊണ്ട് അതും ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് വ്യർത്ഥമാണെന്ന് മാത്രമല്ല, അത് മഹാപാപമാണ്. നമ്മൾ പാപം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കലോ ഹിംസിക്കലോ ഒക്കെ ആണെങ്കിലേ പാപം എന്ന് കണക്കാക്കിയിട്ടുള്ളൂ. അതല്ല, നമ്മൾ വെറുതെ ഇരുന്നിട്ട് അതും ഇതും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് മഹാപാപമാണ്. നമ്മൾ വേസ്റ്റ് ഓഫ് ടൈമാണ് അങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ. അത് പഴയ കാര്യമോ അല്ലേ വരാൻ പോകുന്ന കാര്യമോ ഒക്കെ വെറുതെ ചിന്തിച്ച് ഈ നിമിഷം വ്യർത്ഥമാക്കരുത്. വ്യർത്ഥമാക്കുന്നത് മഹാപാപമാണ്. ഒരു നിമിഷം, കാരണം ഒരു നിമിഷം പോലും അനങ്ങാതിരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചിന്തിക്കുന്നത് കർമ്മമല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അത് മിഥ്യാചാരമാണ്. വെറുതെ ഇരുന്ന് ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് മിഥ്യാചാരമാണ്, മഹാപാപമാണെന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ വെറുതെ ഇവിടെ ഇരുന്നിട്ട് വെറുതെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടി വേണ്ട എന്നർത്ഥം. അതാണ് നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു മഹാപാപം. അതായത് നമ്മുടെ തന്നെ സമയം, ഒരായുസ്സിൽ ഒരു നിമിഷം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. നഖി കച്ചിക്ഷണമഭി, ഒരു നിമിഷം പോലും വേസ്റ്റാക്കി പോകാൻ പാടില്ല. അപ്പം വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നത് അത് വേസ്റ്റ് ഓഫ് ടൈമാണ്. അതിനെയാണ് മിഥ്യാചാരം എന്ന് പറയുന്നത്. ആർക്കും പ്രയോജനമില്ല. വെറുതെ അതും ഇത് ഇന്ന് ചിന്തിക്കാം. അങ്ങനെ എത്രയോ പേര് ചിലപ്പം അടുത്തിരിക്കുന്ന ആൾ വിളിച്ചാൽ പോലും കേൾക്കില്ല. അതുപോലെ എന്തോ ദിവാസ്വപ്നം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും ചിലപ്പം. അതുകൊണ്ട് കർമ്മത്തിൽ മനോവൃത്തികളും
ഏർപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ അടക്കേണ്ട മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി, അതായത് പഞ്ച വിഷയങ്ങളുണ്ട്, അതിലേതെങ്കിലും പറ്റിയെങ്കിലും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അതൊക്കെ മിഥ്യാചാര. ഏത് വിഷയത്തെപ്പറ്റി ചിന്തിച്ച് വെറുതെ ഇരുന്നാൽ അത് മഹാപാപമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? യസ്തേന്ദ്രിയാണി മനസ്സാ നിയമ്യാരപതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്തസ വിശിഷ്യതേ. യസ്തേന്ദ്രിയാണി അർജുന തു യ ഇന്ദ്രിയാണി. എന്നാൽ ആരാണോ ഇന്ദ്രിയങ്ങളെ മനസ്സാ നിയമ്യ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് അസക്ത കർമ്മേന്ദ്രിയ ആസക്തി കൂടാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗം ആരഭതേ കർമ്മയോഗം അനുഷ്ഠിക്കുന്നത് സവിശിഷ്യതേ അവൻ വിശിഷ്ടനാകുന്നു. അല്ലയോ അർജുന, എന്നാൽ യാതൊരാൾ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ചിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തി ഇല്ലാത്തവനായിക്കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യുന്നുവോ, കർമ്മയോഗം അനുഷ്ഠിക്കുന്നുവോ, അവൻ വിശിഷ്ടനാകും. വെറുതെ ഇരിക്കുന്നതിന് നല്ലതാ എന്തെങ്കിലും ചെയ്യുക. എന്തെങ്കിലും ചെയ്യാതെ വെറുതെ ഇരുന്ന് ചിന്തിക്കുന്നത് ആണ് ഏറ്റവും വലിയ തെറ്റ്. അത് മഹാപാപമാണ്. അപ്പം കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് എന്തെങ്കിലും കൃത്യമായിട്ട് ആസക്തി ഇല്ലാതെ, ആസക്തി എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കിട്ടിയാലും മതി വരാത്ത ഭാവത്തെയാണ് ആസക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഭൗതിക വസ്തുക്കൾക്ക് ചിലപ്പം ലിമിറ്റ് കൂടുതൽ ആഗ്രഹം തോന്നി ആസക്തിയായിട്ട് മാറിയാലോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഏത് കർമ്മം ചെയ്യുന്നതിലും ആസക്തി ഇല്ലാതെ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ആസക്തി ഉണ്ടായാൽ എന്താ കുഴപ്പം? ചിലപ്പോൾ ക്രൂര സ്വഭാവം കാണിക്കും, എങ്ങനെയെങ്കിലും അത് ആർജിക്കണം എന്നുള്ള അവസ്ഥ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ മടിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അത് കർമ്മം ശുദ്ധി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ആ കർമ്മം ബന്ധിക്കുകയും കൂടെ ചെയ്യും. എന്നാൽ ഇതൊന്നും ചെയ്യണ്ട, വെറുതെ ഇരുന്നാലോ, വെറുതെ ഇരിക്കാനും പാടില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ വെറുതെ ഇരിക്കാതെ ചെയ്യുന്നത് ആദ്യം എന്ത് ചെയ്യണം? അതാണ് ഇനി പറയുന്നത്. അപ്പൊ ഈ രണ്ട് ശ്ലോകം പ്രത്യേകം ശ്രദ്ധിക്കുക. കർമ്മേന്ദ്രിയാണി സംയമ്യ ആസ്തേ മനസ്സാസ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസ ഉച്ചതേ. ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ ഒക്കെ അടക്കിയിട്ട് ഇന്ദ്രിയ വിഷയങ്ങളെ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മിഥ്യാചാരമാണ്, അത് മഹാപാപമാണ്. പിന്നെ ഇന്ദ്രിയങ്ങളെ അടക്കിയാലേ മനസ്സടങ്ങൂ. മനസ്സ് നിയന്ത്രിച്ചിട്ട് ആസക്തി ഇല്ലാതെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കൃത്യമായിട്ട് കർമ്മം ചെയ്യുന്നുവോ അത് കർമ്മയോഗം അനുഷ്ഠിക്കണം. കർമ്മം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാനല്ല പറഞ്ഞാണ്, ഈശ്വരപ്രാപ്തിക്ക് ഈശ്വരപ്രീതിക്ക് ഉതകുന്ന കർമ്മങ്ങൾ എന്തെന്ന് കണ്ട് കർമ്മം ചെയ്യണം. അയാൾ വിശിഷ്ടനായിട്ട് മാറും. ഇനി ഒന്ന് കർമ്മശുദ്ധിയുള്ള വരുന്നു. കർമ്മശുദ്ധി ഉണ്ടാകാതിരിക്കുന്ന കാര്യമാണ് മിഥ്യാചാരം. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക. അത് ഏറ്റവും വലിയ കുഴപ്പം എന്താ? വെറുതെ ഇരുന്ന് ചിന്തിക്കാതിരിക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യുക, അത് ആസക്തി ഇല്ലാതെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ കർമ്മയോഗം ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നതായിട്ട് മാറും. ഇനി ഇതിലേതാണ് ആദ്യം ചെയ്യേണ്ടത്? കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനാണ് ഇനി പറയുന്നത്. ആദ്യം ചെയ്യേണ്ടത് എന്താ? പ്രിഫറൻസ് എന്തിനാ കൊടുക്കണ്ടേ? നിയതം കുരു കർമ്മത്തം കർമ്മജായോഗ്യ കർമ്മണ ശരീരയാത്രാപിതേന പ്രസിദ്ധിയത കർമ്മണ. നിയതം കുരു കർമ്മത്വം, നിയതം കർമ്മത്വം കുരു, വിധിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക. ഹി കർമ്മ അകർമ്മണ ജായ, എന്തെന്നാൽ കർമ്മം അകർമ്മത്തേക്കാൾ ശ്രേഷ്ഠമാകുന്നു. അകർമ്മണ തേ, കർമ്മം ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീരയാത്രാപിതേ, കർമ്മം ചെയ്യാതിരുന്നാൽ ശരീര രക്ഷണം പോലും സാധിക്കുന്നതല്ല. പ്രസിദ്ധിയത് എന്ന് പറഞ്ഞാൽ ശരീരരക്ഷണം പോലും സാധിക്കുകയില്ല. വിധിക്കപ്പെട്ട കർമ്മം അഥവാ നിശ്ചയിക്കപ്പെട്ട കർമ്മം നീ ചെയ്യുക.
എന്തെന്നാൽ കർമ്മം ഇരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് 2-ാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. കർമ്മം ചെയ്യാതിരുന്നാൽ, ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ നിനക്ക് ശരീര സംരക്ഷണം പോലും അസാധ്യമാണ്. ഒരു കർമ്മം ചെയ്യാതിരുന്നാൽ ശരീരത്തിന് വരെ കേടുണ്ടാവും എന്നർത്ഥം. അപ്പം വിധിക്കപ്പെട്ട കർമ്മം എന്നിവിടെ എന്താ? നിത്യനൈമിത്യ കർമ്മങ്ങളാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് മനുഷ്യജന്മം കിട്ടിയവരെല്ലാം, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആയിരുന്നാലും സ്ത്രീയോ ആയിരുന്നാലും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പൊതു നിയമമാണ് പറഞ്ഞത്. നിയതം കുരു കർമ്മത്തം കർമ്മ ജൈവിക. നിത്യ കർമ്മവും നൈമിത്തിക കർമ്മവും എല്ലാവരും മുടക്കം കൂടാതെ ചെയ്യണം. അതാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സംസ്കാരം. അപ്പം നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? ദിവസവും ചെയ്യുന്നത്. നൈമിത്തികം എന്ന് പറഞ്ഞാൽ ഒക്കേഷണലി നമ്മൾ തന്നെ ഏതെങ്കിലും ആഴ്ചയിലൊരിക്കലോ ദിവസത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഒക്കെ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കും. അത് ചെയ്യുന്നതാണ് നൈമിത്തിക കർമ്മം എന്ന് പറയുന്നത്. നിത്യകർമ്മം ഒരു കാരണവശാലും ഒരു ദിവസം പോലും ചെയ്യാതിരിക്കരുത്. ഇത് രണ്ടുമാണ് ശരീര സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇത് ചെയ്യാതിരുന്നാൽ ശരീരം പോലും രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ നിത്യനൈമിത്തിക കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ചിലരോട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുമോ, ഞാൻ ഒരു നിമിഷം പോലും അനങ്ങാതിരിക്കുന്നില്ല, പണിയെടുത്തുകൊണ്ടോ ഇരിക്കണത്. ഇവിടെ നിത്യനൈമിത്തിക കർമ്മം എന്ന് പറയുന്നത് എന്താ? മനുഷ്യധർമ്മത്തിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്നതല്ല. ഇവിടുത്തെ നിത്യകർമ്മം എന്ന് പറയുന്നത് സന്ധ്യോപാസനയാണ്, ഈശ്വരോപാസനയാണ്. യോ യോ യാം യാം തന് ഭക്ത ശ്രദ്ധയാർച്ചിതുമിച്ചതി. ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചോളൂ, ഇഷ്ടമുള്ള രീതിയിൽ ഭജിച്ചോളൂ, പക്ഷെ ഭജിക്കണം. ഇത് നിത്യനൈമിത്യ. നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, സോഴ്സ് എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ശക്തി തന്നെയാണ്. അതിനെ പോഷിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ തന്നെ അതിനെ പോഷിപ്പിക്കണം. അത് പോഷിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ശരീരത്തെ പോലും നിലനിർത്താൻ ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നിത്യനൈമിത്യ കർമ്മങ്ങൾ അവരവർ ചെയ്യണം, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട കാര്യമല്ല. നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ദിവസവും ചെയ്യണം. അതിലേറ്റവും പ്രധാനം, ബാക്കിയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, പല്ല് തേക്കലും കുളിക്കലും ഒക്കെ ചെയ്യും, ലേറ്റ് ആയിട്ടാണ് ചെയ്യും. പക്ഷെ ഈശ്വരോപാസന അതിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം, ഭക്തി ഉണ്ടായിരിക്കണം, വിവേചന ശക്തി ഉണ്ടായിരിക്കണം, ദൃഢനിശ്ചയം ചെയ്യണം, ത്യാഗമനസ്ഥിതിയും വേണം. ഈ 5 ഗുണങ്ങളെ മുറുക്കി പിടിച്ചാൽ മാത്രമേ നിത്യനൈമിത്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കൂ. വിധിക്കപ്പെട്ട കർമ്മമാണത്. ഇതാണ് ട്രഡീഷൻ എന്ന് പറയുന്നത്. ഈ ട്രഡീഷന്റെ ഫലേച്ഛ ഇല്ലാതെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പലർക്കും ഇതൊക്കെ ചെയ്തിട്ട് എന്താ തോന്നുന്ന, എന്താ കാര്യം എന്ന് ചിന്തിക്കുന്നവരാണ് അധികം ഇന്നത്തെ കാലത്ത്. നമ്മൾ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയിട്ട് എത്രയോ സമയം വേസ്റ്റ് ചെയ്യുന്നു. ഒരു 10-20 മിനിറ്റ് എങ്കിലും ആ ഈശ്വരനെ നമ്മളെയൊക്കെ നയിക്കുന്നത് ഇല്ലേ? നമ്മൾ ആരുടെ ശക്തി കൊണ്ടാണോ നിലനിൽക്കുന്നത്, ആ ശക്തിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരനെ ഉപാസിക്കലാണ് മുഖ്യ ഘടകം എന്നർത്ഥം. അത് നിത്യനൈമിത്യ കർമ്മമായിട്ട് ചെയ്യണം. അത് ചെയ്യാതിരുന്നാലോ സ്വന്തം ശരീരം വരെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ ബാക്കിയുള്ളതിൻ്റെ കാര്യം പറയണം. അത് വിധിക്കപ്പെട്ട കർമ്മമാണ്, ഈശ്വരനാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കർമ്മമാണ്. അതുകൊണ്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുതെന്നാണ് മെയിനായിട്ട് പറയുന്നത്. അത് ചെയ്യുന്നവർക്ക് യജ്ഞഭാവനയൊക്കെ തന്നെ. പിന്നെ ആ കർമ്മം പോലും, അതായത് സ്വാർത്ഥ താല്പര്യത്താലാണ്, സ്വന്തം ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജപതപാദികളൊക്കെ ചെയ്യുന്നത് എങ്കിൽ പോലും അത് യജ്ഞാർത്ഥമായിട്ട് ഭവിക്കും. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന
തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഘാചവാചര. യജ്ഞാർത്ഥാർ കർമ്മണ, യജ്ഞാർത്ഥം യജ്ഞം എന്ന നിലയിലുള്ള കർമ്മത്തിൽ അന്യത അയം ലോകേ നിന്ന് അന്യമായവയാൽ കർമ്മബന്ധനക. അതായത് യജ്ഞഭാവന ഇല്ലാതെ ഏത് കർമ്മം ചെയ്താലും അത് കർമ്മബന്ധനത്തെ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. ഈ ലോകം തന്നെ കർമ്മബന്ധിതമാണ്. കർമാനുബന്ധീന മനുഷ്യലോകേ എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട് 15-ാം അധ്യായത്തിലേക്ക്. തദർത്ഥം കൗന്ദേയ, കൗന്ദേയ തദർത്ഥം, ഹേ അർജുന, അതിനാൽ യജ്ഞാർത്ഥ മുക്തസംഘ സമാചര, മയി സംഘരഹിതമായിക്കൊണ്ട്. മുക്തസംഘം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബന്ധനത്രയപ്പെടാതെ അതിനെ അതിജീവിച്ചിട്ട് പ്രവർത്തിക്കാം. യജ്ഞാർത്ഥമല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബന്ധകാരണങ്ങളായിട്ട്. യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന കർമ്മങ്ങളായിരിക്കാം ചെയ്യുന്നത്. അതിനെ യജ്ഞകർമ്മം എന്ന് പറയാം. യജ്ഞാർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാനെന്ന ഭാവം ഇല്ലാതെ, കർത്തൃത്വ അഭിമാനം ഇല്ലാതെ ചെയ്യണം. രണ്ടാമത്തത് ഫലേച്ഛയില്ലാതെ ചെയ്യണം. അപ്പോൾ നമുക്ക് യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യാനുള്ള പ്രേരണയൊക്കെ പൊതുവേ ഈശ്വരൻ്റെ സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. ഒരു ആൾ ജോലിക്ക് പോയാൽ അതിൽ നിന്ന് കിട്ടുന്നത് അവനവൻ സ്വാർത്ഥ താല്പര്യത്താൽ അവനവന് മാത്രമല്ല ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ടല്ലോ. അഴിമതി കാണിക്കുന്നവർ പോലും കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ടെൻഡൻസി ഉണ്ട്. അത് നിരീശ്വരവാദിക്കും യുക്തിവാദിക്കും ഭക്തിവാദിക്കും ഒക്കെ ഉണ്ട്. പരസ്പരം സഹവർത്തിക്കുന്ന ഒരു, പരസ്പരം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൂടി കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അത് 100% മനസ്സിലാക്കിയിട്ടാണോ എന്ന് ചോദിച്ചൊന്നുമല്ല. ഈ പ്രകൃതി തന്നെ ചില യജ്ഞഭാവനകൾ ഭഗവാൻ നിശ്ചയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്നത് യജ്ഞഭാവനയുടെയാണ്. സ്വാർത്ഥ താല്പര്യത്താൽ സൂര്യൻ എന്ത് നേടാൻ വേണ്ടിയിട്ടുമല്ല. അതുപോലെ സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളെല്ലാം ഉദിക്കുന്നത് ലോകത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വൃക്ഷലതാദികൾ, പക്ഷി മൃഗാദികൾ, ഇതെല്ലാം പരസ്പരം സഹവർത്തത്തിലൂടെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ പ്രയോജനപ്പെടും. അതേ രീതിയിലാണ് അത് ചിട്ടപ്പെടുത്തി സിസ്റ്റമാക്കി വെച്ചിരിക്കുന്നതെന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനുഷ്യന് വിശേഷ ബുദ്ധിയുള്ളത് മനുഷ്യൻ മാത്രമാണ് ഈ യജ്ഞാർത്ഥമായിട്ട് സ്വാർത്ഥ താല്പര്യത്താൽ കൂടുതൽ പ്രവർത്തിക്കാൻ ഇടവരിക. അതുകൊണ്ടാണ് ഗീതോപദേശത്തിൻ്റെ പോലും ആവശ്യകത വന്നത്. ഇല്ലെങ്കിൽ പ്രകൃത്യാ മറ്റ് ജീവജാലങ്ങൾക്കുണ്ടായിരുന്ന അതേ ജോലി തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാതെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ പിന്നെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യുമ്പോൾ ഒന്ന് ഞാനെന്നുള്ള, എൻ്റെ എന്നുള്ള ഭാവത്തിൽ ചെയ്യരുത്. നമ്മൾ കേവലം ഈശ്വരൻ്റെ നിയോഗിക്കപ്പെട്ട നിമിത്തങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മം ഏത് കർമ്മമാണേലും അത് കർമ്മത്താൽ ബന്ധിക്കപ്പെടില്ല. ഇല്ലെങ്കിൽ എന്ത് പറ്റും? ബന്ധനത്തഴത്തിപ്പെടും. ബന്ധനത്തഴത്തിപ്പെട്ട പ്രാരാബ്ധമാകുമ്പോൾ വീണ്ടും ജനിക്കേണ്ടി വരും എന്നർത്ഥം. അതുകൊണ്ട് യജ്ഞാർത്ഥാർ കർമ്മണോ അന്യത്ര, യജ്ഞാർത്ഥമല്ലാത്ത മറ്റ് കർമ്മങ്ങളെല്ലാം ലോകോയം കർമ്മബന്ധന, ലോകത്തെ തന്നെ കർമ്മബന്ധനത്തിലാക്കും. യജ്ഞാർത്ഥാൽ, യജ്ഞം എന്ന നിലയിലുള്ള കർമ്മത്തിൽ അന്യത്ര അയം ലോക നിന്ന് അന്യമായവയിൽ കർമ്മബന്ധനക, ഈ ലോകം കർമ്മബന്ധിതമാകുന്നു. കൗന്ദേയ
തദർത്ഥം ഹേ അർജുന, അതിനാൽ യജ്ഞാത്വാം മുക്തസംഗസമാചരൻ. ലോകോയം കർമ്മബന്ധനക തദർത്ഥം കർമ്മോദയ മുക്തസംഗസമാചര. മുക്തസംഗം കർമ്മം മായി, അതായത് യജ്ഞാർത്ഥമായിട്ട് രഹിതനായിട്ട് കർമ്മം നന്നായി ചെയ്താലും, സമാചരൻ എന്ന് പറഞ്ഞാൽ നന്നായി ചെയ്യുക, ആർക്കും ദോഷമുണ്ടാകാത്ത വിധത്തിൽ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കുകയും ചെയ്യണം. അവനവൻ്റെ ആരോഗ്യം നിത്യനൈമിത്യ കർമ്മത്തിലൂടെ സംരക്ഷിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടുകാരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഉപകാരം. നമ്മളെ കൊണ്ട് ആരോഗ്യ പ്രശ്നം കൊണ്ടോ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക. യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മത്തിൽ നിന്ന് അന്യമായവ ഈ ലോകത്തിന് തന്നെ ബന്ധിതനാകുന്നു. അതിനാൽ ഹേ അർജുന, നീ സംഘരഹിതനായിക്കൊണ്ട് യജ്ഞാർത്ഥമായിട്ട് കർമ്മം നന്നായി ചെയ്താലും അതാണ് ശ്രേയസ്കരം. ഇപ്പൊ സ്വാർത്ഥ താല്പര്യത്തെ ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടിയാൽ തന്നെ അതിൻ്റെ വകുപ്പ് മാറും. ഇന്നത് വേണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ അത് മാത്രം കിട്ടും. ഇപ്പം നമ്മൾ യജ്ഞാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ചിന്ത, വാക്ക്, പ്രവൃത്തി ഒക്കെ യജ്ഞാർത്ഥമായിരിക്കുന്ന. യജ്ഞാർത്ഥം അല്ലാത്ത കർമ്മങ്ങൾ ബന്ധകാരണങ്ങളാണ്. അവ ഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവയാണ്. അതുകൊണ്ടാണ് കർമ്മബന്ധനത്തെ ഉണ്ടാക്കുന്നത്. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ ഫലാപേക്ഷ കൂടാതെ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാകുന്നു. അതിനാൽ യജ്ഞാർത്ഥമായിട്ട് ഫലാപേക്ഷ കൂടാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. ഏത് കർമ്മം ചെയ്താലും എനിക്ക് എന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യരുത് എന്നർത്ഥം. അതിനുദാഹരണം ഭഗവാനെ എടുത്തു പറയുകയാണ്. എങ്ങനെയാണ് നമുക്കൊക്കെ ഈ സഹയജ്ഞ ഭാവന നിശ്ചപ്പെടുത്തി വെക്കാൻ എന്താ കാരണം? ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിലിരിക്കണം. ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഭാവം, യജ്ഞഭാവന കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സസ്യലതാദികൾക്കുണ്ട്, പക്ഷി മൃഗാദികൾക്കുണ്ട്. അതെങ്ങനെയാണ് എന്നിവിടെ പറയാണ്. അതുകൊണ്ട് നമ്മളും അതേ ഭാവനയിൽ, അറിയാതെ നമ്മൾ ചെയ്യുന്നതിൽ വലിയ എഫക്റ്റ് അല്ല ഉണ്ടാകുന്നത്. അറിയാതെ ചെയ്യുന്നതിൽ കൂടുതൽ നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്യണം. അതിനാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, യജ്ഞഭാവന സ്വയം അറിഞ്ഞുകൊണ്ട് ഉണ്ടാകണം. നമ്മൾ അറിയാതെ സംഭവിക്കുന്നതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്തം മേഷഭോസ്തിട്ട കാമത്. പുരാ പ്രജാപതി, പണ്ട് പ്രജാപതി യജ്ഞത്തോട്, അതായത് ബ്രഹ്മാവ് സൃഷ്ടിച്ച കാര്യം പറയാണ്. സഹയജ്ഞ പ്രജാസൃഷ്ടോ എന്ന് പറഞ്ഞാൽ പുരാ പ്രജാപതി, പണ്ട് പ്രജാപതി യജ്ഞത്തോട്, യജ്ഞത്തോട് അഥവാ യജ്ഞഭാവനയോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഉവാച, സൃഷ്ടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? അനേന പ്രസവിഷത്വം, ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടുവിൻ. അപ്പൊ ഈ യജ്ഞഭാവന ഇല്ലെങ്കിൽ നമുക്ക് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കില്ല. എങ്ങനെ അഭിവൃദ്ധിപ്പെടണം? പ്രേയസ് കൊണ്ടല്ല അഭിവൃദ്ധിപ്പെടാൻ സാധിക്കുക. പ്രേയസ് കൊണ്ട് ഒരിക്കലും അഭിവൃദ്ധിപ്പെടില്ല. തൽക്കാലം നിങ്ങൾക്ക് ഭൗതിക വസ്തുക്കളും ധനധാന്യങ്ങളൊക്കെ ചിലപ്പോൾ അഭിവൃദ്ധിപ്പെട്ടാലും അത് ശാശ്വതമല്ല. ഒരു വെള്ളം വന്നാൽ പോയി കാര്യം, ഭൂമി കുലുങ്ങാൻ പോയി. അതുകൊണ്ട് അത് അഭിവൃദ്ധി പ്രാപിച്ചിട്ട് കാര്യമൊന്നുമില്ല. എപ്പോൾ വേണേലും ഉണ്ടായി നഷ്ടപ്പെടും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ടാണ് പൂന്താനം വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ എന്ന് പറഞ്ഞു, അല്ലേ?
അപ്പൊ ഭൗതിക വസ്തുക്കളെ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. യജ്ഞഭാവന കൊണ്ട് അഭിവൃദ്ധിപ്പെടുന്നത് നമ്മുടെ ആ ശ്രേയസ്സാണ്. ശ്രേഷ്ഠമായതെന്തോ അത് കിട്ടും, ഒരിക്കലും നശിക്കാത്തതെന്തോ അത് കിട്ടും. അത് കിട്ടണമെങ്കിൽ യജ്ഞഭാവന വേണം. എങ്ങനെ യജ്ഞഭാവന വേണം? സഹയജ്ഞഭാവന വേണം. ഏത് പ്രകാരമാണോ ലോക നന്മയ്ക്കായിക്കൊണ്ട് ബ്രഹ്മപ്രജാപതി ഈ സൃഷ്ടി നടത്തിയത്. നമ്മളൊരു ഫലവൃക്ഷം നട്ടു പിടിപ്പിച്ചാലേ അതിൽ നിന്ന് ഫലം കിട്ടണമെന്ന് മാത്രമല്ല, ആ ഫലം എടുത്തിട്ട് വിറ്റ് കാശാക്കാനും കൂടെ ശ്രമിക്കും. ഇത് പ്രകൃതിയിൽ നിന്നുണ്ടായതാ. എന്നാൽ ആ ഏത് ഫലവൃക്ഷത്തിൽ നിന്നാണോ ഈ ഫലം കിട്ടിയിട്ട് വിറ്റ് കാശാക്കിയാൽ അതിൻ്റെ ഒരംശമെങ്കിലും അതിന് കൊടുക്കണ്ടേ? ഈ പ്രകൃതിയാ നിജപ്പെടുത്തി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? നമ്മളിപ്പോൾ അറിഞ്ഞുകൊണ്ട് ഒരു മരം വെച്ച്, ഞാൻ പറയുന്ന സാധാരണ ഒരു കുട്ടി ജനിച്ചാൽ അപ്പോൾ ഒരു മരം വെച്ച് പിടിപ്പിച്ചോളാം. എന്തിനാ? ഈ സഹയജ്ഞ ഭാവനയുടെ ഭാവമായിട്ടാണ്. കാരണം എന്താ? നമ്മൾ ജനിച്ചാൽ മുതൽ മരണം വരെ വിടാതിരിക്കുന്ന ഒരു കർമ്മമാണ് ശ്വസന പ്രക്രിയ. നമ്മൾ ശ്വസിക്കുന്നത് ഒരു മരത്തിൽ നിന്ന്, മരത്തിൻ്റെ നിശ്വാസവായുവാണ് നമുക്ക് ഓക്സിജൻ പ്രാണവായു കിട്ടുന്നത്. നമ്മുടെ നിശ്വാസവായുവാണ് ഒരു മരത്തിന് ശ്വാസം കിട്ടുക. ശ്വാസം എടുക്കുന്നത് കാർബൺ ഡയോക്സൈഡാ. മരങ്ങൾ, സസ്യലതാദികളൊക്കെ അത് ശ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡാ. നമ്മൾ കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചാൽ മരിച്ചു പോകും. എന്നാൽ ശ്വസിക്കുന്ന ഓക്സിജനാണ്. നമ്മൾ പുറത്തേക്ക് വിടുന്നതോ കാർബൺ ഡയോക്സൈഡാണ്. അത് മറ്റുള്ളവർക്ക്, മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ, മറ്റ് ജീവജാലങ്ങൾ എന്ന് പറഞ്ഞാൽ സസ്യലതാദികൾക്ക് അതിൻ്റെ ശ്വാസവായുവാണ്. അപ്പം അതിൻ്റെ നിശ്വാസവായു നമുക്ക് ശ്വാസവായു, നമ്മുടെ നിശ്വാസവായു അതിന് ശ്വാസവായു. ഇത് പരസ്പരം സഹകരിച്ച് നിലനിർത്തണമെങ്കിൽ മരങ്ങൾ വെട്ടി പ്ലാറ്റ് പണിതിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കണം, മരങ്ങളെ സംരക്ഷിക്കണം. ഞാൻ പറയുന്നില്ല, ഒരു കുട്ടി ജനിച്ചാൽ അപ്പോൾ ഒരു മരം വെച്ച് പിടിപ്പിച്ചോണം. ഇതാണ് സഹേജ ഭാവന. അപ്പോൾ ആ കുട്ടിക്ക് ശ്വാസം മുട്ടി മരിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആ ഭാവന നിലനിർത്തിക്കൊണ്ട് ഭൗതിക വസ്തുക്കളെ പോലും നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തെ പോലും നിലനിർത്തണമെങ്കിൽ അത് വേണമെന്നാണ് പറയുന്നത്. അതിനാണ് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. നൈമിത്യ കർമ്മങ്ങൾ കൃത്യമായിട്ട് യജ്ഞഭാവനയോട് ചെയ്താൽ തന്നെ അത് സഹയജ്ഞഭാവനയെ. അപ്പൊ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടൂ. യേഷാം വാ ഇഷ്ടകാമത് യജ്ഞം. ഇത് യജ്ഞം, അതായത് ഈ യജ്ഞം നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനു ആകട്ടെ എന്നാ പറഞ്ഞു. കാമധേനുവാണ്. നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പ്രകൃതിയാ കഴിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. നമ്മളെന്തൊക്കെ നമ്മളുണ്ടാക്കുന്ന നിലയിൽ എവിടുന്നെങ്കിലും മാർക്കറ്റിൽ നിന്നോ പാഴ്സലായിട്ടോ ഓൺലൈനോ എവിടുന്നെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആരെങ്കിലും യജ്ഞഭാവനയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കുന്നുണ്ടെന്നർത്ഥം. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് അർപ്പണബോധവും ത്യാഗമനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന. അർപ്പണം ഡെഡിക്കേറ്റഡായിട്ട് ചെയ്യുക, ഫലേച്ഛ ഇല്ലാതെ ചെയ്യുക, ആസക്തി ഇല്ലാതെ ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. താല്പര്യത്തോട് ചെയ്താലേ സന്തോഷത്തോട് ചെയ്യാൻ സാധിക്കും. താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ പണിയൊക്കെ ഞാൻ എടുക്കണമല്ലോ എന്ന ഭാവനയിലായിരിക്കും ചെയ്യുക. അപ്പം ആദ്യം നമുക്ക് ഈ ഭാവന ഉണ്ടാക്കേണ്ടത്, ഞാൻ പറയുന്നത്, ഭൗതിക കാര്യങ്ങളിലേക്ക് എത്ര പോയാലും കിട്ടുന്ന ഫലവും എൻ്റെയും നിൻ്റെയും എന്നൊക്കെ പറയും. അവകാശമായിട്ട് മാറ്റിവെക്കും. നമ്മൾ ഞാൻ വേർത്തുണ്ടാക്കിയത് അതുകൊണ്ട് മറ്റാർക്കും കൊടുക്കില്ല എന്നൊക്കെ പറയും ചിലപ്പോൾ. അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് കൊടുക്കാനുള്ള പ്രേരണ പ്രകൃതിയാ ഉണ്ട് താനും. ഞാൻ പറഞ്ഞില്ലേ, കള്ളന്മാരായാലും കിട്ടിയാൽ അവനവൻ്റെ കുട്ടിക്കോ ഭാര്യയ്ക്കോ ഒക്കെ കൊടുക്കൂലോ. ഒരു വൃക്ഷം നട്ടുപിടിപ്പിച്ചാലും അതിൻ്റെ ഫലം ആര് വേണമെങ്കിലും എടുക്കാം.
ഇന്നയാൾ എടുക്കണ്ടെന്നോ ഇന്നയാൾ എടുക്കണ്ടെന്നോ ഒരു പക്ഷപാതവും ഇല്ലാതെ അത് ആർക്കു വേണേലും എടുത്തുകൊണ്ട് പോകാം. അപ്പൊ ഈ ഭാവന നിലനിർത്തിയാൽ അവരവർക്ക് ഇഷ്ടമുള്ളത് കിട്ടും എന്നാ പറഞ്ഞത്. അതാണ് ഇഷ്ടഭോഗങ്ങളെ കിട്ടുക എന്ന് പറഞ്ഞത്. ഓരോരുത്തരുടെ ഇഷ്ടം വ്യത്യസ്തമായിരിക്കും, പക്ഷെ എന്താണോ ഇഷ്ടമുള്ളത് അത് കിട്ടും, അവരവർക്ക് കിട്ടും. അപ്പൊ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന കാമധേനുവാണ്. അങ്ങനെയാണ് അഭിവൃദ്ധിപ്പെടാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ, നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടം വ്യത്യാസമായിരിക്കും. അതിനാണ് ഇഷ്ടമുള്ള ദേവതയെ ഭജിക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയെ ഭജിച്ചാൽ ആ ഇഷ്ടദേവതയിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരും. അർപ്പണബോധവും ത്യാഗമനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന എന്ന് പറയുന്നത്. 3 കാര്യങ്ങൾ ചേരണം. ഒന്ന്, ത്യാഗമനസ്സ് വേണം. പിന്നെന്താ? അർപ്പണബോധം വേണം. ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണം. അപ്പം ഫലേച്ഛ ഉണ്ടാവില്ല. അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണമെങ്കിൽ ഫലേച്ഛയോടുകൂടി ആയിരിക്കുകയല്ല. ഫലേച്ഛയോടുകൂടി ചെയ്താൽ അത് യജ്ഞഭാവനയോട് ആണെന്ന് പറയാനും പറ്റില്ല. അതായത് യജ്ഞബോധം വേണം, ത്യാഗമനോഭാവം വേണം. ഇത് രണ്ടും കൂടെ ചേർന്നാലേ യഥാർത്ഥ യജ്ഞഭാവന ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെല്ലാ ജീവജാലങ്ങളിലും, സൂര്യചന്ദ്രാദി നക്ഷത്രഗോളങ്ങളിൽ എവിടെയൊക്കെ വീക്ഷിച്ചാലും എല്ലാ പ്രപഞ്ചത്തിൽ എവിടെയും ഇത് കാണാം. എന്ത് കാണാം? ഈ ത്യാഗമനോഭാവവും അർപ്പണബോധവും ഒക്കെ. നിരീശ്വരവാദിയുടെ ഇടയിൽ പോലും ഉണ്ട്. കൂടെ നിൽക്കുന്നവരെ സഹായിക്കാനുള്ള മെൻറ്റാലിറ്റിക്ക് ഉണ്ട്. മറ്റ് ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന, വളർത്തുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അർപ്പണബോധവും ത്യാഗമനോഭാവം ചേർന്നതാണ് യജ്ഞഭാവന. പ്രപഞ്ചത്തിൽ എവിടെയും ഇത് കാണുകയും ചെയ്യാം. ജീവിത വികാസത്തെ ത്വരിതപ്പെടുത്തുന്നത് യജ്ഞഭാവനയാണ്. ലോകത്തോടൊപ്പം തന്നെ അതുണ്ടായി. ഈ ആശയത്തിൻ്റെ കാവ്യാത്മകമായ ആവിഷ്കാരമാണ് ഇനി പറയുന്ന ശ്ലോകം. അതായത് ഈ സഹയജ്ഞ ഭാവന കൊണ്ട് നിങ്ങൾ നിങ്ങളെ നിലനിർത്തൂ എന്ന് പറഞ്ഞു. നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വളരെ ലളിതമായിട്ട് ഭഗവാൻ പറയാണ്. ദേവാൻ ഭാവ യഥാനേനതേ ദേവ ഭാവയന്തു വാഹ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം. ഈ യജ്ഞം കൊണ്ട്, ഈ യജ്ഞം എന്ന് പറയുന്നത് ഏതാ? അനേന ദേവാൻ ഭാവേത. ഈ യജ്ഞം കൊണ്ട് ദേവന്മാരെ പോഷിപ്പിച്ചാലും തേ ദേവാ ഭാവയന്തുവാ, ആ ദേവന്മാർ നിങ്ങളെ പോഷിപ്പിക്കട്ടെ. പരസ്പരം ഭാവയന്ത. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായിട്ട് നിങ്ങൾ പരമാത്മാവായ പരം ശ്രേയ അവ്യാപ്യാത് ശ്രേയസിനെ പ്രാപിക്കും. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കുന്നവരായിട്ട് നിങ്ങൾ പരമമായ ശ്രേയസിനെ പ്രാപിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശ്രേയസ് ഉണ്ടാകണമെങ്കിൽ എന്താണ് നിശ്ചയിച്ച് എനിക്ക് പറഞ്ഞുതരാൻ പറഞ്ഞപ്പോൾ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ദേവകാലഘട്ടത്തിൽ പ്രകൃതി ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചു. ദേവകാലഘട്ടത്തിൽ നിന്നല്ല, ഇന്നും അങ്ങനെ തന്നെ. നമ്മൾ പ്രകൃതിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രം. ഇന്നും നമ്മൾ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ച് വേണം പൂജ കഴിക്കാൻ എന്ന് പൂർവികർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ശക്തികളും ജീവരാശികളും യജ്ഞഭാവനയോടെ സേവന സന്നിധിയും ത്യാഗമനുഭവം പുലർത്തി പരസ്പരം പോഷിപ്പിക്കുന്ന പക്ഷം പരമമായ ശ്രേയസ് കൈവരുന്നുക തന്നെ ചെയ്യും. ഇപ്പൊ ദേവാൻ ഭാവ യഥാനേനതേ ദേവ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രഹ്മപ്രജാപതി സഹയജ്ഞ ഭാവനയോടുകൂടി നമ്മളെയൊക്കെ സൃഷ്ടിച്ചു. ഈ സഹയജ്ഞ ഭാവനയാണ് ദേവാൻ ഭാവ യഥാനേനതേ ദേവ. പ്രജാപതിയായിരിക്കുന്ന ദേവൻ ഏത് ഭാവനയോടെയാണോ നമ്മളെ സൃഷ്ടിച്ച് കാമധേനുവിനെ പോലെ നമ്മളെ സംരക്ഷിക്കുന്നത്, അതേപോലെ നമ്മൾ ദേവന്മാരെ പോഷിപ്പിക്കണം.
അതായത് പ്രകൃതി ശക്തികളെയാണ് വരുണൻ, സൂര്യൻ, ഇന്ദ്രനാണ്. ഈ വേദമന്ത്രങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇന്ദ്രനെയും സൂര്യനെയും വരുണനെയും ആയിരിക്കും കൂടുതൽ പ്രകീർത്തിക്കുന്നത്. സ്തുതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സൂക്തങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ സൂക്തങ്ങളിൽ കൂടുതലും പ്രകീർത്തിക്കുന്നത് സൂര്യനും ചന്ദ്രനും ഭൂമിയുമാണ്. വരുണൻ എന്ന് പറഞ്ഞാൽ കടൽ. അപ്പോൾ ഈ ദേവസങ്കല്പം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന പോലെയുള്ള ദേവസങ്കല്പം അല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ ഭാവന തന്നെ പ്രകൃതിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നർത്ഥം. ഇപ്പോൾ കരിങ്കലിൻ്റെ ഒരു വിഗ്രഹം കൊണ്ടെന്ന് വെച്ചാൽ അത് പ്രകൃതി എന്നാണല്ലോ എടുത്തത്. ഒരു കല്ലിൻ്റെ കഷ്ണം എടുത്തിട്ട് ശില്പിയുടെ മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു, ആ രൂപത്തിനനുസരിച്ച് കൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ കൊത്തിക്കളഞ്ഞു. അപ്പോൾ ഈ ആവശ്യമുള്ളത് മാത്രം നിലനിന്നു. അവിടെയും പ്രകൃതിയിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പം ദേവന്മാരെ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതി ശക്തികളെ പോഷിപ്പിക്കുക. കാരണം 50% നമ്മുടെ ശരീരം അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, 50% പ്രകൃതിയിലുണ്ട്. അതായത് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം. അത് നമ്മുടെ ജീവൻ്റെ ആധാരമാണ്. അതുകൊണ്ട് വേസ്റ്റാക്കാതെ ആവശ്യമുള്ളത് മാത്രം ഇന്ദ്രിയങ്ങളുടെ ആഹാരം എന്താണോ അത് കൊടുക്കുക, അത് വേണ്ടവണ്ണം ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ പരസ്പരം പോഷിപ്പിക്കപ്പെട്ടാലോ, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പ്രകൃതിയിൽ നിന്ന് ഈ പറയുന്ന ദേവന്മാരിൽ നിന്ന് കിട്ടും. ഇഷ്ടഭോഗങ്ങളെ യോ യാം ധനഭക്തക സദ്ധ്യാർജിതമിച്ഛതി തസ്യ ചലാം സദ്ധാതാം വിദതാം മിഹം എന്നൊക്കെ നമ്മൾ കർമ്മയോഗത്തിൽ തന്നെ ജ്ഞാനകർമ്മം പഠിക്കുമ്പം പഠിപ്പിക്കേണ്ട ഭഗവാൻ. അപ്പം അതുകൊണ്ട് ഈ പ്രകൃതി ശക്തികളാണ് ദേവന്മാരെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രകൃതി ശക്തികളെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആ പ്രകൃതി ശക്തികളെ വേണ്ടവണ്ണം സംരക്ഷിച്ചാൽ അത് ചെയ്യുന്നത് ആരായാലും അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് സാധിപ്പിച്ചു കൊടുക്കും. അത് കാമധേനുവിനെ പോലെ എന്ന് പറഞ്ഞാൽ എന്താ, അക്ഷയപാത്ര, ഒരിക്കലും നശിക്കാത്തത് കാമധേനുവിന് കൊടുക്കാനുള്ള കഴിവുണ്ട്, നിമിഷ നേരം കൊണ്ട്. അപ്പോൾ ഇഷ്ടഭോഗങ്ങളെ നമുക്ക് കിട്ടിയാൽ അത് എൻ്റെ എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കരുത്. അതെന്ത് വേണം, മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിക്കുക. സൃഷ്ടിയുടെ അതായത് സഖയജ്ഞ പ്രജാസൃഷ്ട പുരോപാച പ്രജാപതി അനേന പ്രസവിഷത്വം മേഷഭോസ്തരുടെ കാമത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടികർത്താവ് അതായത് ബ്രഹ്മപ്രജാപതി യജ്ഞഭാവന സഹിതനായിക്കൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചു. ഈ യജ്ഞഭാവന കൊണ്ട് നിങ്ങൾ അഭിവൃദ്ധിപ്പെടാനും പറഞ്ഞു. യജ്ഞഭാവന നിങ്ങൾക്ക് ഇഷ്ടങ്ങളെ തരുന്ന സമാധി അവസ്ഥയിലെത്തിക്കും. അപ്പം യജ്ഞഭാവനയിൽ അർപ്പണബോധവും ത്യാഗമനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന. എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു തരുന്നതാണ് കാമധേനു എന്ന് പറയുന്നത്. ഈ നമുക്ക് സൃഷ്ടിച്ചാൽ അറിയാം, പണ്ട് ഈ ശ്രീരാമന് രാമായണ കാലത്ത് ഈ ഭരതൻ സർവ്വസൈന്യങ്ങളെയും കൊണ്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. അവിടെ ഭരദ്വാജ മഹർഷിയുടെ എത്തി കഴിയുമ്പോൾ ഈ സൈന്യങ്ങൾക്കും എത്ര പേരുണ്ടായിരുന്നോ, ജീവജാലങ്ങളുണ്ടായിരുന്നോ, അതിനൊക്കെ സർവ അക്ഷോഗണി പടയായിട്ടാണ് ഭരതൻ ശ്രീരാമനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഭരദ്വാജ മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് അവിടെയാണ് അദ്ദേഹം താമസ സൗകര്യമൊക്കെ ഒരുക്കി അവർക്ക് ഭക്ഷണം കൊടുത്തു, നല്ല സദ്യ തന്നെ വിളമ്പി. അപ്പോഴാണ് വിശ്വാമിത്രന് തോന്നി, ഈ എങ്ങനെ ഇത്ര നിമിഷ നേരം കണ്ട് ഭരദ്വാജ മഹർഷി എങ്ങനെ ഇത്ര സദ്യ ഒരുക്കി, ഇതിങ്ങനെ ഇത്രയധികം ലക്ഷം പേർക്ക് എല്ലാവരും മതിയാവോളം കഴിക്കുകയും ചെയ്തു, എവിടുന്ന് ഇത് കിട്ടി എന്നൊക്കെ വിശ്വാമിത്രൻ അന്വേഷിച്ച് പോകുന്നൊരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ കാമധേനു ആണെന്ന് മനസ്സിലാവും. എന്നിട്ട് ഈ കാമധേനുവിനെ
വിശ്വാമിത്രൻ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാമധേനു എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ചോദിച്ചാലും എന്താവശ്യമുണ്ടെങ്കിലും എത്ര ആവശ്യമുണ്ടോ അതൊക്കെ തരുന്ന ആണ് കാമധേനു. അപ്പോൾ ഈശ്വരൻ കാമധേനുവിനെ പോലെയാണെന്നാണ് പറഞ്ഞത്. കാരണം എന്താ? നമ്മൾ ഭഗവാനെ അനന്യമായിട്ട് ഭജിച്ച് പ്രസാദിപ്പിച്ചാൽ യോഗക്ഷേമം മഹാമ്യം. നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു തരും. പക്ഷെ ആ കിട്ടുന്ന സാധനങ്ങൾ അതിനെയും പറയുന്നുണ്ട്. അപ്പം ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യത. അപ്പോൾ കിട്ടുന്നതൊക്കെ എടുത്തു വെക്കാനല്ല, അത് പരസ്പരം ഭാവയന്ത, വീണ്ടും ദേവന്മാരെ പോഷിപ്പിക്കാൻ ഉപയോഗിക്കൂ. അപ്പം നിങ്ങൾക്ക് ആ ദേവനും മനുഷ്യനും തമ്മിൽ ഒരു സഹവർത്തിത്വം പരസ്പരം ഭാവനയിൽ നിലനിർത്തിയാലേ ഈ ലോകം തന്നെ നിലനിൽക്കൂ എന്നർത്ഥം. അതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിത്തറ എന്നർത്ഥം. നമ്മൾ ഭൗതിക കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ ഈശ്വര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരും, അല്ലേ? എന്തെങ്കിലും കാരണം വച്ചിട്ട് ഒഴിവാകും. നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചിന്തിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഭാവന നിലനിർത്താൻ നിങ്ങൾ ജപതപാദികൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ആസക്തി വെടിഞ്ഞ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ള ലക്ഷ്യത്തിൽ ഈശ്വരാർപ്പണമായിട്ട് ചെയ്താൽ, അത് യജ്ഞഭാവനയായിട്ട് ചെയ്താൽ ഈ സഹയജ്ഞ ഭാവന അതിൽ നിങ്ങൾക്ക് ഉറച്ചു കിട്ടും. പിന്നെ നിങ്ങൾ ഭൗതികമായിട്ട് എന്ത് കാര്യത്തിന് പോയാലും എനിക്ക് വേണമെന്നോ എൻ്റെന്നോ പറയുന്ന പ്രശ്നമില്ല. അപ്പോൾ അർപ്പണബോധവും ത്യാഗ മനോഭാവവും ചേർന്നതാണ് യജ്ഞഭാവന. പ്രപഞ്ചത്തിൽ എവിടെയും ഇത് അറിഞ്ഞോ അറിയാതെയോ കാണാം. മറ്റ് ജീവജാലങ്ങളിൽ കാണാം, ഉറുമ്പിൽ വരെ ഉണ്ട്, പക്ഷി മൃഗാദികളുണ്ട്, സസ്യലതാദികളുണ്ട്. കാരണം യജ്ഞഭാവന ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് യജ്ഞഭാവന നിജപ്പെടുത്തി വെച്ചിരിക്കുക. നിർബന്ധ ബുദ്ധിയാൽ ഒരു 50% യജ്ഞഭാവന എല്ലാവർക്കും ഉണ്ട്. ഈവൻ കള്ളന്മാർക്ക് വരെ, അഴിമതി കാണിക്കുന്നവർക്ക് വരെയുണ്ട്. കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരാൾ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് ഒരു സഞ്ചിയിൽ മേടിച്ചുകൊണ്ട് വരുന്ന ആ സാധനം കുടുംബത്തിലിരിക്കുന്ന ആൾ അത് കഴുകി അടുപ്പത്തിട്ട് വേവിച്ച് എല്ലാവർക്കും തരുന്നുണ്ട്, ഇല്ലേ? അവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് സ്വാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ ഇത് എനിക്ക് മാത്രമേ വാങ്ങിക്കൊണ്ടുവരുള്ളൂ, ഞാൻ തന്നെ വെച്ച് പാചകം കഴിയുമ്പോൾ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഈ ഒരു യജ്ഞഭാവന ഒരു നിരീശ്വരവാദിക്ക് വരെയുണ്ട്, ഒരു യുക്തിവാദിക്കുണ്ട്, കൂടെയുള്ളവരെ സഹായിക്കുന്ന കള്ളന്മാർക്ക് വരെ ഉണ്ട്. അപ്പോൾ ഇവിടെ ദേവന്മാരെ പൂജിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇന്ദ്രിയങ്ങൾക്ക് വരെ അധിഷ്ഠാന ദേവതയെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഉത്തരഗീത പഠിക്കണം. അതിലാണ് ശരീരത്തിൻ്റെ ഓരോ ശക്തിയെ പറ്റിയും പറയുന്നുണ്ട്. മനസ്സിൻ്റെ ശക്തി, ഹൃദയത്തിൻ്റെ ശക്തി, ഇങ്ങനെ ഓരോ ഘടകങ്ങളെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ പോഷിപ്പിക്കാനാണ് ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിച്ചാലും ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ. ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരമമായ ശ്രേയസ്സെ പ്രാപിക്കുക. വേദകാലഘട്ടത്തിൽ പ്രകൃതി ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചിരുന്നു. പ്രകൃതി ശക്തികളും ജീവരാശികളും യജ്ഞഭാവനയോടെ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവം പുലർത്തിയിരുന്നു. പരസ്പരം പോഷിപ്പിക്കുന്ന പക്ഷം പരമമായ ശ്രേയസ് കൈവരിക തന്നെ ചെയ്യും. നമ്മളീ പോഷിപ്പിക്കല് എന്തിനാന്ന് തന്നെ അറിയില്ല. എന്തിനെയാണ് പോഷിപ്പിക്കണത്? ഈശ്വരൻ്റെ പേരിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? യജ്ഞഭാവനയോട് ചെയ്യുന്നുണ്ടോ? അപ്പോൾ യജ്ഞഭാവനയോടുകൂടി രാവിലെ എഴുന്നേറ്റിട്ട് നിത്യനൈമിത്യ കർമ്മങ്ങൾ ചെയ്യുന്നത് യജ്ഞഭാവനയോടെ ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നൈമിത്യ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങൾ കിട്ടും. നിങ്ങൾ എന്താണ് ഉച്ചിക്കുന്ന കാര്യമൊക്കെ സാധിക്കുന്ന അർത്ഥം. ആ കാര്യം സാധിച്ചാൽ തൻ്റെ കേമത്വം കൊണ്ടാണെന്ന് വിചാരിക്കരുത്. അവിടെ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടെ ഇല്ലെങ്കിൽ ഒന്നും സാധിക്കില്ല.
നമ്മൾ ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ദേവസങ്കല്പമുണ്ട്, അതിനെ പോഷിപ്പിക്കലാണ് കേമം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അത് ചെയ്യുന്ന സഹയജ്ഞ ഭാവനയോടെയാണോ? നമ്മൾ ചെയ്യുന്നത് ആണോ എന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ കൂടെയുള്ളവർ മറ്റുള്ളവർ ചെയ്യുന്ന അങ്ങനെയാണോ നോക്കണം. ടോട്ടലി കോമൺ ആയിട്ട് ഇന്ന് നടക്കുന്നത് ഈ സഹയജ്ഞ ഭാവനയാണോ നടക്കുന്നത് എന്ന് ചിന്തിക്കും. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ എൻ്റെ എന്ന് കിട്ടാൻ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യണമെന്നാണ് പറയുക. ഇനി ഫലേച്ഛയോടുകൂടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് വിധത്തിൽ പ്രവർത്തിക്കുന്നു സദാ തദ്ഭാവമാവില്ല. ഏതേത് ഭാവത്തിൽ ഭഗവാനെ ശ്രമിക്കുന്നോ അതേ ഭാവത്തിൽ തിരിച്ചും നമ്മളെ പോഷിപ്പിക്കും. അപ്പം ഈ ദേവതാസങ്കല്പം എവിടുന്നാ തുടങ്ങിയ? സൃഷ്ടികാലത്ത് തന്നെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, ഈ 5 ശക്തികളാണ് പ്രപഞ്ചത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. അതിൻ്റെ 50% അതേപടി നിലനിർത്തിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ആകാശം, അഗ്നിയും വായു, ജലവും ഒക്കെ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കുന്നത്. ബാക്കി 50% കൊണ്ടാണ് മിക്സ് ചെയ്തിട്ട് പഞ്ചീകരണ പ്രക്രിയയിലൂടെയാണ് ശരീരങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ശരീരം, സകല ജീവജാലങ്ങളുടെ ശരീരം ഈ പ്രപഞ്ച പ്രാണനുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് യജ്ഞഭാവന നിലനിർത്താൻ വളരെ ഗഹനമാണ്. അത് നമുക്കെന്നാ ഉണ്ട് താനും. അപ്പോൾ ആകാശം, അഗ്നി, വായു, ജലം സൃഷ്ടിച്ചപ്പം അത് തന്നെ പരസ്പരം ബന്ധപ്പെട്ടാണ്. ആകാശം ഉണ്ടായി, ആകാശത്തിൻ്റെ 50% വേർതിരിച്ചാൽ പോലും ആകാശത്തിൻ്റെ ഗുണമെന്താ? ശബ്ദം. ആ ശബ്ദത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഘർഷണത്തിൽ നിന്നാണ് വായു ചലിച്ചത്. അപ്പോൾ വായു ചലിക്കാൻ തുടങ്ങിയപ്പം ആ വായുവിൻ്റെ ഗുണം പ്രകടമായി. എന്താ? സ്പർശം. ആദ്യത്തെ ഗുണം കൂടെ പകർന്നു കിട്ടി. അതായത് ആകാശത്തിൻ്റെ ശബ്ദം വായുവിന് പകർന്നു കിട്ടുകയും ചെയ്തു, സ്വയസിദ്ധമായ ഗുണം പ്രകടമാകുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് വായുവിൻ്റെ ആ സ്പർശനം എന്ന് പറയുന്ന ഗുണവും ശബ്ദബ്രഹ്മവും കൂടെ ചേർന്നപ്പം അവിടെ ഘർഷണമുണ്ടായി എന്ന് പറഞ്ഞാൽ ഉരസലുണ്ടായി. വായുവിൻ്റെ ചലനത്തിൽ നിന്ന് അതിൽ സ്പർശമുണ്ടായി എന്ന് പറഞ്ഞാൽ ശബ്ദബ്രഹ്മവും അക്ഷരബ്രഹ്മവും, അക്ഷരമാണ് വായുവിൻ്റെ ഗുണം. ഏത് ഇന്ദ്രിയ ഗുണവും പ്രകടമാകുന്നുണ്ടെങ്കിൽ അത് ഈശ്വരൻ്റെ ശക്തി തന്നെയാണ്. എല്ലാ സൃഷ്ടിയിലും ഉണ്ടാകും ഈശ്വരൻ്റെ അംശം. അപ്പോൾ ആകാശം ഉണ്ടായപ്പോൾ ഇവിടെയൊക്കെ എന്തൊക്കെ ഗുണം പ്രകടമാകുന്നുണ്ടോ അതൊക്കെ ഈശ്വരൻ്റെ ശക്തിയാണ്, ദേവൻ്റെ ശക്തിയാണെന്നർത്ഥം. ആ ശക്തികളെയാണ്, പ്രകൃതിയുള്ള ശക്തികളെ നമ്മൾ പോഷിപ്പിക്കണം എന്ന് പറയുന്നത്, അല്ലാതെ ഭൗതിക നേട്ടങ്ങളല്ല. അപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ, ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നിന്നാണ് വായു ചലിക്കാൻ തുടങ്ങിയത്, നാദബ്രഹ്മത്തിൽ നിന്ന്. അപ്പോൾ വായു ഉണ്ടായപ്പോൾ വായുവിന് ആകാശത്തിൻ്റെ ഗുണമാകുന്ന ശബ്ദവും സ്വയസിദ്ധമായ ഗുണം സ്പർശവും പ്രകടമായി. അതിൻ്റെ കർഷണത്തിൽ നിന്ന്, അതിൻ്റെ ഉരസലിൽ നിന്ന് അത് ഹീറ്റായി. ഇതേ കയ്യിലാണ്, നമ്മളെ കൈ കൂട്ടി ഉരച്ചാൽ ഹീറ്റാവുമല്ലോ. ഹീറ്റായാൽ അഗ്നിയുടെ പ്രൊഡക്ഷനായി. അഗ്നിയുടെ ഗുണം എന്താ? തേജസ്. ഈ തേജസ്സിനോടൊപ്പം ആകാശത്തിൻ്റെ ശബ്ദമുണ്ട്. അഗ്നിക്ക് ശ്രദ്ധിച്ചാൽ അറിയും, ഒരു ശബ്ദമുണ്ട് അത് കത്തുമ്പോൾ. അതിന് ഒരു രൂപമുണ്ട്. ആകാശത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത് എന്താ? ഒരു രൂപം. അപ്പം അഗ്നിക്ക് ഒരു രൂപം നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്തിനും വായുവിനും രൂപം കാണാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് തന്നെ ഉണ്ടായ അഗ്നിക്ക് രൂപമുണ്ട്, ശബ്ദമുണ്ട്, സ്പർശമുണ്ട്. 3 ഗുണങ്ങളിൽ ഒന്നൊന്നിൽ നിന്ന് ഉണ്ടാകുമ്പം ആദ്യത്തേതിൻ്റെ എല്ലാ ഗുണങ്ങളോട് ചേർന്നാണ് ഉണ്ടാകുക. ഇനി അഗ്നി ഉണ്ടായാലോ അവിടെ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതായത് നമ്മുടെ കൈ തന്നെ കൂട്ടി ഉരച്ചാൽ, 2-3 കുറച്ച് പ്രാവശ്യം കൂട്ടി ഉരച്ചാൽ ഹീറ്റാവും. ഹീറ്റായാൽ കുറച്ച് നേരം കൈ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാലോ കൈ വേർക്കും, ഹ്യൂമിഡിറ്റി ഉണ്ടാവും.
ഇതേ ശക്തി പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഹ്യൂമിഡിറ്റി ഉണ്ടായ ജലാംശം ഉണ്ടായി. ജലാംശം ഉണ്ടായാൽ ജലത്തിന് എന്തൊക്കെ ഗുണങ്ങളുണ്ട്? അതിന് ശബ്ദമുണ്ട്, സ്പർശമുണ്ട്, രൂപമുണ്ട്. അതിൻ്റെ സ്വന്തം ഗുണം എന്താ? രസം. ഇനി ജലാംശം ഉണ്ടായാൽ എന്താ പ്രത്യേകത? അതിൽ നിന്ന് ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. ജലത്തിൽ നിന്ന് 2/3 ജലമാണ്. ഈ ജലാംശം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ അതിലെ സൂക്ഷ്മ കണങ്ങളെ പോലെ ഒന്നിപ്പിച്ച് അതിനെ ഒന്നിച്ച് ചേർക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ഭൂമി ഉണ്ടായത്. ഇത് ഒരു ദിവസവും 2 ദിവസം കൊണ്ടൊന്നും അല്ല കേട്ടോ. സൃഷ്ടി കൽപ്പാന്തത്തിൽ ആരംഭിക്കുമ്പോൾ ആരംഭഘട്ടത്തിലുണ്ടായിരുന്ന അപ്പോൾ ബ്രഹ്മാവിന് തന്നെ ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വർഷം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ 1000 വർഷങ്ങളാണ് ഒരു സൃഷ്ടികാലം എന്ന് തന്നെ, ഒരു പകൽ. അപ്പോൾ എത്രയെത്ര വർഷങ്ങൾ ആണ് ഈ പ്രോസസ്സ് നടന്നതെന്ന് വിചാരിച്ചോണം. അപ്പോഴാണ് കാലാകാലങ്ങൾ എടുത്തിട്ടാണ് ഒന്നിൽ നിന്നുണ്ടായതും 5 കൂട്ടവും പ്രകടമായത്. ഭൂമിയുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ അനേക വർഷങ്ങൾക്ക് ശേഷം, മില്യൺസ് ഓഫ് മില്യൺസ് ഇയർസ്, അങ്ങനെയാണ് ഭൂമി ഉണ്ടായത്. ഭൂമി ഒരു ഗോളമായി തീർന്നു. അതിൽ 3 ജലത്തിനാണ് കൂടുതൽ പ്രാധാന്യം. 2/3 ജലം നിറച്ചു വെച്ചു. അപ്പോൾ ഭൂമിയിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? നമ്മൾ പ്രകൃതിയാണ് പോഷിപ്പിക്കാൻ പറഞ്ഞേക്കണത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിസ്തരിച്ച് പറയണത്. നമ്മുടെ ശരീരം പോലും ഭൂമി, ആകാശം, അഗ്നി, വായു, ജലം ഭൂമി കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണേ. പഞ്ചഭൂതങ്ങളാലാണ് സൃഷ്ടിച്ചേക്കണേ. അപ്പോൾ ആ ഭൂമി പ്രകടമായപ്പോൾ ഭൂമിയിൽ 5 ഗുണങ്ങളുമുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗുണങ്ങളും, ആകാശത്തിൻ്റെ ശബ്ദമുണ്ട്, അതേപോലെ വായുവുണ്ട്, വായുവിൻ്റെ സ്പർശമുണ്ട്, അഗ്നിയുണ്ട്. ഭൂമിയുടെ അന്തർഭാഗത്ത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിഗോളമാണ് ഭൂമി. അപ്പോൾ അഗ്നി ഉണ്ട്. അതിൽ നിന്നാണ് ഹ്യൂമിഡിറ്റി, ജലമുണ്ടാക്കുന്നത്. ഇപ്പോഴും ആ പ്രോസസ്സിലാണല്ലോ. സമുദ്രത്തിൽ ജലം ചൂടാകുമ്പം അതിൽ നിന്ന് ഇരാവി ഉണ്ടായി മുകളിലേക്ക് പോയിട്ട് അത് മഴയായിട്ട്, മഴ പെയ്യുന്ന കാര്യമൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഭഗവാൻ കർമ്മയോഗത്തിൽ തന്നെ എങ്ങനെയാണ് മഴയുണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധിഷ്ഠാനമായിട്ട് യജ്ഞഭാവനയാണ് ഇതിനൊക്കെ കാരണം എന്നർത്ഥം. ഒന്നുണ്ടായാൽ ഒന്നിൽ നിന്ന് മറ്റതുണ്ടാകും, ആദ്യത്തെ ഗുണവും കിട്ടും. അങ്ങനെ ഭൂമിയിലേക്ക് ആ പ്രോസസ്സ് അനുസരിച്ച് 5 ഗുണങ്ങളും ഉണ്ടായി. അതുകൊണ്ട് ഭൂമിയിൽ എങ്ങനെയാണ് ശരീരം സൃഷ്ടിച്ചത്? 50% അതേപടി ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി അതേപടി നിലനിർത്തി. അതിൻ്റെ 50% ശക്തിയെ കൂട്ടിക്കുഴച്ചിട്ട്, ആട്ട കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് നമ്മുടെയൊക്കെ ശരീരം ഉണ്ടാക്കി. അപ്പോൾ ഈ ശരീരത്തിനും ഭൂമിയിൽ നിന്നാണ് ശരീരം ഉണ്ടാകുന്നത്. അന്നമയമായ കോശം രൂപപ്പെടുന്നത് പോലും ഭൂമിയിൽ നിന്നാണ്. അതുകൊണ്ട് ജീവജാലങ്ങളുടെ, എല്ലാ ജീവജാലങ്ങളുടെയും വിത്ത് എവിടെ കിടക്കുന്നത്? ഭൂമിയിലാണ് കിടക്കുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെറുതെ കൈ കഴുകുന്ന വെള്ളം ഒഴിച്ചാൽ മതി, അവിടെ പുല്ല് മുളയ്ക്കും, ഇല്ലേ? നമ്മൾ കൊണ്ടുപോയി നട്ട സാധനമൊന്നുമല്ല, എന്നിട്ടും തന്നെ മുളയ്ക്കുമല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബീജാംശം ഈ ഭൂമിയിലുണ്ട് താനും. അതിന് 5 ഗുണങ്ങളാൽ സമ്പന്നമാണ്. അതായത് പ്രപഞ്ചത്തിൽ എന്തൊക്കെ ശക്തിയുണ്ടോ അത് മുഴുവൻ ഭൂമിയിലുണ്ട്, സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജീവജാലങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ ശരീരവും ഈ 5 ഗുണങ്ങളും അതിൻ്റെ മെറ്റീരിയൽസാണ് ചേർത്ത് അതിനെ നിലനിർത്തുക. 5 ഗുണങ്ങളെ ചേർത്ത് നിലനിർത്താൻ വേണ്ടുന്ന മെറ്റീരിയൽസാണ് പ്രകൃതിയിൽ നിന്ന് തന്നെ കടഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പഞ്ചീകരണ പ്രക്രിയ. 50% അതേപടി നിലനിർത്തി ബാക്കി 50% കൊണ്ട് കൂട്ടിക്കുഴച്ചിട്ട് അതിൽ നിന്നാണ് ശരീരം ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഈ 5 ഗുണങ്ങളും അതിൻ്റെ മെറ്റീരിയൽസും, അതായത് ആ 5 ഗുണങ്ങളെ നിലനിർത്തുന്നതിന് ആവശ്യമായ ഘടകങ്ങൾ, അത് വളരെ സൂക്ഷ്മമായിരിക്കുന്ന ഘടകങ്ങൾ ചേർത്തിട്ട് അതിന് രൂപം കൊണ്ടുവന്നാണ്. അപ്പം നമ്മുടെയൊക്കെ ഓരോ ശരീരവും ഉണ്ടാകുമ്പോഴൊക്കെ ഈ പ്രകൃതിയിൽ നിന്നാണ് കടഞ്ഞെടുത്ത് കിട്ടുന്നത് നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള ശരീരം. അപ്പം അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ 5 ഗുണങ്ങളെ പോഷിപ്പിക്കാനാണ് പറയുന്നത്. അതാണ് ദേവാൻ ഭാവേതാൻ ഏനതേ ദേവാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ശരീരമാണ് മാധ്യമം. ആ ശരീരത്തുള്ള 5 ഗുണങ്ങളെ പോഷിപ്പിച്ചാൽ അവിടെ ഈശ്വരീയ ശക്തി, പ്രപഞ്ച പ്രാണനാണ് ശരീരത്തിലെ ജീവനായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുക. കാരണം ഈ സൂക്ഷ്മമായിരിക്കുന്ന ശരീരത്തിലെ ജീവൻ കൊണ്ടാണ്
ഈ പഞ്ചഗുണങ്ങളും പോഷിപ്പിക്കപ്പെട്ട് നിലനിൽക്കുന്നത് പോലും. അതിൻ്റെ ശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന് നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള ശരീരം കടഞ്ഞെടുത്ത് അത് കൂട്ടിച്ചേർത്ത് നമ്മുടെ ശരീരമായിട്ട് കിട്ടിയിരിക്കുന്നത്. ആ ശരീരത്തിൽ സത്വരജ തമോ ഗുണങ്ങളുടെ മായയാണ് നമ്മുടെ സ്വഭാവം. ഇതേ ഭാവന കൊണ്ട് നമ്മളിലുള്ള ശക്തിയെ പോഷിപ്പിക്കാനാണ് പറഞ്ഞു. ഒരു ക്ഷേത്രത്തിൽ പോകുന്ന ഭക്തജനങ്ങൾ എല്ലാവരും ഇത് ചെയ്തിട്ട് വേണം അവിടെ പോകാൻ. അപ്പോഴേ അവിടുത്തെ ശക്തിയെ പോഷിപ്പിക്കാൻ സാധിക്കും. നമ്മളിലുള്ള ശക്തിയെ പോഷിപ്പിച്ചാൽ മാത്രമേ, നമ്മളിലുള്ള ആത്മശക്തി ഉണർന്നാലേ പ്രപഞ്ച പ്രാണന്റെ ശക്തിയെ നമുക്ക് ആകർഷിക്കാൻ പറ്റൂ. തന്നിലേക്ക് ആകർഷിക്കണമെങ്കിൽ നമ്മളിലുള്ള ശക്തിയെ ആദ്യം പ്രകടമാക്കണം. നമ്മുടെ കണ്ണുകൊണ്ടല്ലേ നമുക്ക് പ്രകൃതി വസ്തുക്കളെ കാണാൻ സാധിക്കൂ? നമ്മുടെ ചെവി കൊണ്ടല്ലേ നമുക്ക് ശബ്ദം കേൾക്കാൻ സാധിക്കൂ? നമ്മുടെ നാക്കുകൊണ്ടല്ലേ ജലത്തിലെ രസം നമുക്ക് അറിയാൻ സാധിക്കൂ? ഭൂമിയുടെ ഗന്ധം അറിയണമെങ്കിൽ നമ്മുടെ മൂക്ക് കൊണ്ട് വേണ്ടേ അറിയാൻ? വായുവിന്റെ സ്പർശം അറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ത്വക്കുകൊണ്ടല്ലേ അറിയാം? അപ്പൊ ഈ പഞ്ചഗുണങ്ങളുടെയും അധിഷ്ഠാന ദേവതാസങ്കല്പമുണ്ട്. ആ ദേവതാസങ്കല്പത്തെ ഉറപ്പിച്ചുകൊണ്ട് അതിനെയൊക്കെ പോഷിപ്പിക്കാനാണ് ഭഗവാൻ പറയണത്. അങ്ങനെ പോഷിപ്പിക്കപ്പെട്ടാൽ അവരവരുടെ ഇഷ്ടം എന്താണോ ഇഷ്ടഭോഗങ്ങളെ കിട്ടും. നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഈശ്വരന്റെ ശക്തി എന്ന് പറഞ്ഞ 64 കലകളും ചേർന്ന ശ്രീകൃഷ്ണന്റെ ശക്തി എന്ന് പറയുന്നത്. 6 ശക്തികളാണ് അതിനെ നിലനിർത്തുന്നത്. ഈശ്വരന്റെ ശക്തി പൂർണ്ണമായിട്ട് ഒരാൾക്കും കിട്ടില്ല. എത്ര ഭക്തി ഉണ്ടായാലും കിട്ടില്ല. ഏതെങ്കിലും ഒന്ന് കിട്ടും. ചിലപ്പം 64 കലകളിൽ ഏതെങ്കിലും ഒന്ന് കിട്ടും. അപ്പം അതിനെ പോഷിപ്പിക്കണമെങ്കിൽ, അതിനെ പോഷിപ്പിച്ചാലേ നമ്മുടെ ഇഷ്ടഭോഗങ്ങൾ പുറത്തു വരും. ഇത് ഗഹനമായ വിഷയ. അത് അവരവരുടെ സ്വഭാവം കൊണ്ട് പോഷിപ്പിക്കാനാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരവരുടെ സ്വഭാവം അനുസരിച്ചുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച്, ഇഷ്ടമനുസരിച്ചുള്ള കാര്യം സാധിക്കും. ഇനി ആ ഇഷ്ടം ഭോഗങ്ങൾ കിട്ടിയാൽ, പ്രകൃതിദത്തമായിട്ടുള്ള ഭോഗങ്ങളെ ഉദ്ദേശിക്കുന്ന, ഭൗതിക കൃത്രിമത്വത്തിൽ ഉണ്ടാക്കുന്ന ഭോഗങ്ങളെ അല്ല. ഇനി അതാണെങ്കിലും അതും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ മൊബൈലോ ഇല്ലേ TV-യോ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമൊക്കെ ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിസിറ്റി എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? ഇതൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെയാ. അത് ഭൗതിക വസ്തുക്കളാ. അത് ഇന്നല്ലേ നാളെ നഷ്ടപ്പെടും. അത് പ്രേയസാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത് ശ്രേയസ് ഉണ്ടാക്കാനാ പറയുന്നത്. അർജുനൻ ചോദിച്ചത് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണെന്ന് നിശ്ചയിച്ച് പറഞ്ഞു തരാൻ പറഞ്ഞില്ലേ? അപ്പൊ നമ്മളിൽ തന്നെയുള്ള ഈശ്വര ശക്തികളാണ് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പോഷിപ്പിക്കുന്ന വിധത്തിൽ നമ്മളിൽ ആ ഗുണങ്ങളായിട്ട് പ്രകടമാകും. അപ്പൊ നമ്മുടെ സ്വഭാവം അനുസരിച്ചുള്ള നമ്മുടെ ശക്തി നമ്മളത് ഉയർത്തിക്കൊണ്ടുവന്നാൽ നമുക്കെന്താണോ ഇഷ്ടം അതൊക്കെ സാധിപ്പിച്ചു തരുന്ന അർത്ഥം. ആ ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാൽ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെക്കരുത്. അതാണ് മുഖ്യമായിട്ടുള്ള ഘടകം. ഞാനും എൻ്റെയും വിടുന്ന പ്രശ്നമില്ല അല്ലേ? ഈ യുദ്ധം തന്നെ കാരണത്തിന് എന്താ? എൻ്റെയും നിൻ്റെയാണ് പ്രശ്നം അല്ലേ? എന്നിട്ട് ധൃതരാഷ്ട്ര അന്ധനായിരിക്കുന്നത് ധൃതരാഷ്ട്ര സഞ്ജയനോട് ചോദിക്കുന്നത് എന്താ? മാമകാ പാണ്ഡവശ്ചൈവ, എൻ്റെ ആൾക്കാരും പാണ്ഡവരും എന്ത് ചെയ്തു എന്നാ ചോദിച്ചത്. അവിടെ എൻ്റെയാണ് ആദ്യം ഉയർത്തെഴുന്നേറ്റത്. അപ്പം ഈ ഈശ്വരൻ നമ്മളെ സൃഷ്ടിക്കുന്നത് ഈ സഹയജ്ഞ ഭാവന സഹിതമായിട്ടാണ്. ഭഗവാന്റെ ഉദ്ദേശ ലക്ഷ്യം പരമമാണ്. എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാകണമെന്നേ ഭഗവാൻ വിചാരിച്ചിട്ടുള്ളൂ. ഒരിക്കലും അത് പ്രേയസ്സായിട്ടല്ല ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമുക്കെന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശേഷ ബുദ്ധി തന്നിട്ടും അവരവരുടെ ഞാനും എൻ്റെയും തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരവർക്ക് എന്ത് വേണോ അത് നേടാൻ വേണ്ടിയിട്ട്, അത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ പോലും സമീപിക്കാം. അത് കിട്ടിയാലോ ആർക്കും കൊടുക്കൂല. എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വയ്ക്കും.
അങ്ങനെ ചെയ്താൽ ഭഗവാന്റെ മുമ്പിൽ അവരൊക്കെ കള്ളന്മാരാകുമെന്ന് പറയുകയാണ് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ വേദകാല ഘട്ടം തൊട്ട് പ്രകൃതി ശക്തികളാണ് ദേവന്മാരായിട്ട് സങ്കല്പിച്ചിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശരീരത്തെയാണ് നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ഉപാസിക്കേണ്ടത്. ആദ്യം ഫസ്റ്റ് ഡ്യൂട്ടി. അതിൽ തന്നെ ഈശ്വര ശക്തികളുണ്ട്. ആ ദൈവിക ശക്തികളെ പോഷിപ്പിക്കണമെങ്കിൽ നിത്യനൈമിത്യ കർമ്മത്തിലൂടെ ചെയ്യാൻ സാധിക്കും. ആ നൈമിത്യ കർമ്മം കൃത്യമായിട്ട് ചെയ്താൽ നിങ്ങളുടെ ശരീരത്തെ പോലും രക്ഷിക്കാം. ശരീരമാദ്യം കലുതായി. ശരീരമില്ലെങ്കിൽ പിന്നെ ബാക്കി എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും എന്തെങ്കിലും ചെയ്യണേ ശരീരമാദ്യം കലുധർമ്മസാധനം. അപ്പോൾ ആ ശരീരത്തെ പോഷിപ്പിക്കണം. അതിൻ്റെ 50% നമുക്ക് ഈശ്വരൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം നിത്യകർമ്മത്തിലൂടെ, അഥവാ നൈമിത്യകർമ്മത്തിൽ. നിത്യകർമ്മം എന്നുള്ളത് ഞാൻ പറഞ്ഞു, നിത്യം ആയിട്ട് ചെയ്യുന്നതിനെയാണ് നിത്യകർമ്മം എന്ന് പറയുന്നത്. അതൊരിക്കലും ചെയ്യാതിരിക്കരുത്. വിധിക്കപ്പെട്ട കർമ്മമാണ് നിത്യകർമ്മം. നൈമിത്യകർമ്മം എന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നൈമിത്യകർമ്മം എന്ന് പറയുന്നത്. അത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ടത്. പക്ഷെ നിത്യകർമ്മം ഒരിക്കലും ചെയ്യാതിരിക്കരുത്. അത് ഉപേക്ഷിച്ചാൽ നൈമിത്യ കർമ്മവും ആണ് ശരീരത്തെ രക്ഷിക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ജനിക്കുമ്പോൾ തന്നെ 50% പ്രകൃതി ശക്തിയാണ് നമ്മൾ നിറച്ചു വച്ചിരിക്കുന്നത്. ആദ്യം അതിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം നിത്യകർമ്മത്തിലൂടെ, നൈമിത്യ കർമ്മത്തിലൂടെ. ഇത് വിധിക്കപ്പെട്ട കർമ്മ. ഇതാരും ചെയ്യാതിരുന്നാൽ പറ്റില്ല. ശരീരത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഇന്ന് കൂടുതലും ആൾക്കാർക്ക് പറ്റണ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രക്തത്തിളപ്പ് കൊണ്ട് നല്ല പ്രായത്തിൽ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല, ശരീരത്തെ നോക്കില്ല. എന്നിട്ട് 40 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ PSC പാസ്സായിട്ട് നടക്കുക. ജോലിക്ക് വേണ്ടിയിട്ടല്ല PSC എന്ന് ഞാൻ പറഞ്ഞത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇത് നോക്കിയാൽ ചിലർക്ക് 3 ഉണ്ടാവും, ഒന്നെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെയും അത് വേണ്ടെന്ന് ശ്രദ്ധിക്കുക, അതുമില്ല. അപ്പം ശരീരത്തിനെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം. അതാണ് ആദ്യത്തെ ദേവാൻ ഭാവേതാന. ഈശ്വരൻ്റെ ശക്തിയാണ് നമ്മുടെ ശരീരം പോലും. അപരാശക്തി കൊണ്ടാണ്, ഗുരുവായൂരപ്പൻ്റെ അപരാശക്തി കൊണ്ടാണ് ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. ജീവൻ പരാശക്തിയാണ്. ഇത് ചേർത്ത് വച്ചിരിക്കുന്നതും ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പം ബേസിക്കലി നമ്മുടെ ശരീരത്തിൻ്റെ ശക്തികളെ ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിരക്ഷിക്കണം. അതിനെ യഥാവിധി രക്ഷിക്കണമെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി അങ്ങനെ സംരക്ഷിക്കണം. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി 3നെ ആശ്രയിക്കാതെ, 5നെ ആശ്രയിക്കാതെ പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ശരീരത്തിനെ നമുക്ക് സംരക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇഷ്ടഭോഗങ്ങളെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെ ഫസ്റ്റ് നിത്യനൈമിത്യങ്ങളിലൂടെ പോഷിപ്പിക്കണം. ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രകൃതിയിലുള്ള ശക്തിയെ സൂക്ഷിപ്പിക്കണം. നമുക്ക് എന്താണോ ആവശ്യം അതിനെ പോഷിപ്പിക്കണം. പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ നമുക്ക് ശബ്ദം, എന്താ പറഞ്ഞ രസം, കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും അതിനെ ബേസ് കൊണ്ട് പഞ്ചകർമ്മേന്ദ്രിയങ്ങളും പ്രവർത്തിക്കണമെങ്കിൽ ഈ പ്രകൃതിയെ തന്നെ ആശ്രയിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന കാമധേനുവിനെ പോലെ കിട്ടുന്നത് ഒക്കെ പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. അത് ജലമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, അഗ്നി ആയിക്കോട്ടെ, ഒക്കെ സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും എന്ത് വേണ്ട ഒക്കെ കിട്ടുന്നുണ്ട്. ഇനി വരും അധ്യായങ്ങളിൽ ഭഗവാൻ തന്നെ അത് വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ ശരീരശാസ്ത്രം പറയുന്നുണ്ടല്ലോ 13ാം അധ്യായം. അപ്പോൾ നമ്മൾ ദേവസങ്കല്പത്തിൽ പോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡ്യൂട്ടി നമ്മുടെ ശരീരത്തിലെ ഈശ്വരീയമായ ഗുണങ്ങളെ ഈശ്വരശക്തി കൊണ്ട് തന്നെ പോഷിപ്പിക്കണം. ആ ശരീരത്തെ നിലനിർത്തണം. ശരീരം നിലനിർത്തുന്നത് ഫസ്റ്റ് ഡ്യൂട്ടിയാണ്. അതിൽ 50% ജന്മനാലുള്ളൂ. ബാക്കി 50% പ്രായത്തിന്, ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ പ്രകൃതിയിൽ നിന്ന് മൂലതത്വങ്ങളെ ശരീരത്തെ നിലനിർത്താനുള്ളതൊക്കെ അന്നമായിക്കോട്ടെ, ജലമായിക്കോട്ടെ, വായു ആയിക്കോട്ടെ, വാട്ടർ ഇറ്റ് ഈസ്,
അതൊക്കെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ അത് പ്രകൃതിയെ കൂടെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും വേണ്ടോ? പ്രകൃതിയെ നശിപ്പിച്ചാൽ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു കുട്ടി ജനിച്ചാൽ തന്നെ ഒരു മരം വച്ചു പിടിപ്പിക്കും. ആ കുട്ടിക്ക് ശ്വാസം മുട്ടി മരിക്കേണ്ടി വരില്ല. ഇങ്ങനെ ഓരോ കാര്യത്തിലും അതാണ് നമ്മൾ ആ ശക്തിയെ പോഷിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവിടെയും പോഷിപ്പിക്കലല്ല നടക്കണേ. അപ്പൊ പ്രകൃതി തത്വങ്ങളെ പോഷിപ്പിക്കുന്നതിന്റെ പ്രതീകാത്മകമായിട്ടാണ് ശരീരത്തിന്റെ അതേ സങ്കല്പത്തിൽ കേരളത്തിൽ ക്ഷേത്രാചാരങ്ങളൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം പോലും ശരീര സങ്കല്പത്തിന് അനുസരമായിക്കൊണ്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ പോഷിപ്പിക്കലാണോ നടക്കുന്നത്? നമ്മുടെ ശരീരം സംരക്ഷിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടും. നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടാൽ ആ സമൂഹം രക്ഷപ്പെടും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടായാൽ ആ സമൂഹം ചേർന്ന് സംരക്ഷിക്കേണ്ട സ്ഥാനമാണ് ക്ഷേത്രം. അത് സമൂഹത്തെ സംരക്ഷിക്കാൻ ഒതുക്കുന്ന ആ പരിസരത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടാണ് ക്ഷേത്രം. ക്ഷതം ത്രായതി ഇത് ക്ഷേത്ര എന്ന് പറഞ്ഞാൽ ക്ഷതമില്ലാതെ കാത്തു സംരക്ഷിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ത്രാണനം ചെയ്യണം. അല്ലാതെ ഫാക്ടറി പോലെ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനല്ല ക്ഷേത്ര സങ്കല്പം. അവിടെ പ്രതീകാത്മകമായിട്ട് ശരീരവും പ്രകൃതിയെയും ക്ഷേത്രജ്ഞ സംയോഗമാണ് അവിടെയും നടത്തിയിരിക്കുന്ന ഭഗവാൻ. പക്ഷേ ഉദ്ദേശ ലക്ഷ്യം ഭഗവാൻ പറഞ്ഞതൊന്നും അല്ല ഇപ്പം നടക്കുന്നതെന്നർത്ഥം. അതുകൊണ്ടാണ് ആശുപത്രിയിലൊക്കെ തിരക്ക് കൂടാൻ തുടങ്ങിയത്. ശരീരം സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഞാനിവിടെ വന്ന് താമസം തുടങ്ങിയതിന് ശേഷം ഒരാളിവിടെ പകരത്തിന് വന്നയാൾ, ശാന്തിക്ക് വന്നയാൾ, മുട്ടുശാന്തിക്ക് വന്നയാൾ ഇവിടുന്ന് തന്നെ വയ്യാതെ തളപ്പിലേക്ക് കിടന്നു. അയാൾ ആശുപത്രി കൊണ്ടുപോയതായപ്പം അദ്ദേഹം 3 മാസത്തോളം ചികിത്സയായി മരിച്ചു. ആൾ നിത്യനൈമിത്യ കർമ്മം ശരിയായിട്ട് ചെയ്തില്ലെങ്കിൽ ശരീരം പോലും സംരക്ഷിക്കാം. അതിന് ഒരു പരിധിയുണ്ട്. നക്കി കച്ചിക്ഷണമപി എന്നാ പറഞ്ഞേ. ജനിച്ചാൽ മരണം വരെ ശരീരത്തിൽ നിന്ന് ജീവൻ പോകുന്നവരെങ്കിലും അതിനെ കാത്തു സംരക്ഷിക്കണ്ടേ? ശരീരത്തിന് കേട് വന്നു കഴിഞ്ഞാൽ, ലിമിറ്റ് കൂടുതൽ കേട് വന്നാൽ, ശരീരം ജീവനെ പീഡിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതിന് നിൽക്കാൻ പറ്റാതെ കഴിഞ്ഞാൽ ശരീരം വിട്ടു പോകും ജീവൻ. അതുകൊണ്ട് ശരീരത്തെ പോലും സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ. അപ്പൊ ബ്രാഹ്മണർ പോലും അത് മനസ്സിലാക്കിയിട്ട് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. അവനവൻ്റെ ശരീരമാണ് മാധ്യമം. ജനിച്ചാൽ മരണം വരെ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് ജഡമാണ് തോന്നിവാസം ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ജഡം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പ്രധാനമായിട്ട് പറയുന്ന കാര്യമുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ. 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ദേവാൻ ഭാവേതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയ പരമാപ്സ്യ എന്ന് പറയുന്ന നമ്മുടെ ശരീരശക്തികളാണ് ആദ്യം നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ പോഷിപ്പിക്കേണ്ടത്. ആ ശരീരശക്തി പോഷിപ്പിക്കപ്പെട്ടാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രകൃത്യ ആവശ്യമുള്ളതൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ച്, നമ്മുടെ ഇഷ്ടാനുസങ്ങളനുസരിച്ച് ഇഷ്ടമുള്ളത്, ഇഷ്ടഭോഗങ്ങളെ, നമ്മുടെ ശരീരത്തെ നിലനിർത്താനും നമുക്ക് ജീവിക്കാൻ ഉതകുന്നതുമായിട്ടുള്ള ഇഷ്ടഭോഗങ്ങളെ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ച് നൽകും. അതായത് ഏതേത് ഘടകങ്ങളാണോ ഏതേത് ദേവതാ സങ്കല്പത്തിൽ പോഷിപ്പിക്കപ്പെടുന്നത് ആ ശക്തി അനുസരിച്ചുള്ള ശക്തികൾ നമ്മുടെ ശരീരത്തെ നിലനിർത്താനുള്ളത് നമുക്ക് കിട്ടും എന്നർത്ഥം. അങ്ങനെ കിട്ടിയാൽ, ആ ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാലും തിരിച്ചും ദേവന്മാരെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കണം. അതല്ലാതെ എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വച്ചാൽ അത് ഭഗവാന്റെ മുമ്പിൽ കള്ളനായി മാറും എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഇഷ്ടാൻ ഭോഗാൻ യോ ദേഹാ ദാസ്യന്തേ യജ്ഞഭാവിതാഹ ധൈദത്താന പ്രദായോ പുങ്ക്തേസേനേവസ. യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ തരും. അതുകൊണ്ട് അവരാൽ ദാനം ചെയ്യപ്പെട്ടതായിരിക്കുന്ന ആ ഇഷ്ടഭോഗങ്ങൾ അവർക്ക് കൊടുക്കാതെ, എന്ന് പറഞ്ഞാൽ മറ്റാർക്കും കൊടുക്കാതെ യാതൊരുവൻ അനുഭവിക്കാൻ ശ്രമിക്കുന്നുവോ അവർ ഭഗവാന്റെ മുമ്പിൽ കള്ളന്മാരാകും എന്നാണ് പറഞ്ഞത്. ഈ തത്വത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബാലലീലയിൽ വെണ്ണ കട്ടു എന്ന് ആരോപണത്തിന് വിധേയനാകാൻ കാരണം. ഈശ്വരന്റെ ശക്തി കൊണ്ടാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. നമ്മുടെ ശരീരം അതേ, ശരീരത്തിലെ ശക്തികൾ അതേപോലെ
ഭഗവാൻ പൂർണ്ണ അവതാരമായിട്ട് ജനിക്കുമ്പോഴും അവിടുത്തെ നന്ദരാജനായിക്കോട്ടെ, ഇല്ലെങ്കിൽ യശോദാമ്മ ആയിക്കോട്ടെ, ഗോപികളായിക്കോട്ടെ, ഗോപകുമാരന്മാരായിക്കോട്ടെ, ഗോക്കളായിക്കോട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന വെണ്ണയും നെയ്യും പാലും തൈരും എന്ത് വേണ്ട ഇതൊക്കെ ഭഗവാന്റേതാണ്. എന്നിട്ടും അത് ആർക്കും കൊടുക്കാതെ അവരവരുടെ ഗ്രഹങ്ങളിൽ അവരവരുടെ പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നത് ഭഗവാൻ കൂട്ടുകാരുമായിട്ട് പോയി എടുത്ത് അത് കൂട്ടുകാർക്കെല്ലാം കൊടുത്ത് അതിൻ്റെ യജ്ഞശിഷ്ടം ഭുജിച്ചു കാണിച്ചു. എന്നിട്ടും ഭൗതികവാദികളായിരിക്കുന്ന മനുഷ്യൻ ആ ഭഗവാനെ പിടിച്ചു നിർത്തിയിട്ട് നീ വെണ്ണ കട്ടുമോ എന്ന് ചോദിച്ചു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ കട്ടിട്ടില്ല, എൻ്റെ വസ്തു ഞാൻ എന്തിനു കട്ടു എന്ന് പറയണം. അതാണ് ആ ചിരിയിൽ ഒളിഞ്ഞിരുന്ന രഹസ്യം. പക്ഷെ അത് യശോദാമ്മയ്ക്കോ ഗോപികൾക്കോ ഒന്നും മനസ്സിലായില്ല എന്നർത്ഥം. ആ പ്രോസസ്സാണ് നമ്മൾ ഇന്നും തുടരുന്നത്. നമ്മുടെ ശരീരം ഗുരുവായൂരപ്പൻ്റെ അപരാശക്തി കൊണ്ടുണ്ടാക്കി തന്നതാണ്. അതിൽ ജീവൻ ഭഗവാന്റെ തന്നെ ശക്തിയാണ്. അത് പ്രകൃതി ശക്തികളെ കൊണ്ട് കൂട്ടിച്ചേർത്ത് പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. നമ്മുടെ ശരീരം പോലും എൻ്റെ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല, ഞാനെന്ന് പറയാനും നമുക്ക് അവകാശമില്ല. നമ്മൾ ആ സത്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഈശ്വരൻ കേവലം 2 അങ്കുലം ദൂരെയാണ് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത്. പക്ഷെ ഒരങ്കുലത്തിൽ നമ്മൾ ഞാനെന്ന കുറ്റി അടിച്ചു വെച്ചേക്കുക, ഒരങ്കുലത്തിൽ എൻ്റെ എന്ന് പറയുന്ന കുറ്റി അടിച്ചു വെച്ചിരിക്കുക. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് ഭഗവാന്റെ ശക്തി നിൽക്കുന്നത്. ഈ ഞാനും എൻ്റെയും പോകാത്തിടത്തോളം കാലം, ദ്വന്ദ്ഭാവം ജയിക്കാത്തിടത്തോളം നമ്മൾ ഈശ്വരൻ്റെ മുമ്പിൽ കള്ളനായിട്ട് നിൽക്കും. ശരീരത്തിൻ്റെ പോലും കേവലം സൂക്ഷിപ്പുകാരാണ് നമ്മൾ. എന്നിട്ടും ഞാനെന്നും എൻ്റെ എന്നുള്ള അഹങ്കാരത്താൽ നമ്മൾ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് ഇഷ്ടഭോഗങ്ങൾ ഭക്തിഭാവത്തിൽ പോലും പ്രകൃത്യാ തന്നെ കുറേയൊക്കെ കാമധേനുവിനെ പോലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കേണ്ട, നമ്മുടെ ഇഷ്ടങ്ങളെയൊക്കെ സാധിപ്പിച്ചിരിക്കേണ്ട ശരീരം നിലനിർത്തുന്നുണ്ട്. അതിന് വേണ്ടുന്നൊക്കെ പ്രകൃതിദത്തമായിട്ട് കാമധേനുവിനെ പോലെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ബോധത്തിലല്ല ജീവിക്കുന്നത്. ഒക്കെ എൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ഞാനും എൻ്റെ എന്നുള്ള പിടുത്തം വിടാതെ ജീവിക്കുന്നതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ കള്ളന്മാരായി പോകുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഭഗവാൻ കള്ളന്മാരെ വളർത്തില്ല. അവർ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരും, പോയിട്ട് വരേണ്ടി വരും. എന്ന് വരെ കള്ളത്തരം നിർത്തുന്നുവോ അന്ന് വരെ പോയി വരേണ്ടി വരും. അപ്പോൾ കിട്ടുന്നതൊക്കെ പ്രേയസായിട്ടുമാരും ശ്രേയസ് കിട്ടുകയില്ല. എന്നാൽ ദൈവീയ ശക്തിയെ പോഷിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇഷ്ടഭോഗങ്ങളെ വീണ്ടും ദേവന്മാർക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് കഴിച്ചാൽ അത് യജ്ഞശിഷ്ടമാകും. അത് തന്നെ പോഷിപ്പിക്കാനിട വരും. ഈശ്വരനെ പോഷിപ്പിക്കലാകും. മാനവസേവയാണ് മാധവസേവ എന്ന അവസ്ഥയിലേക്ക് എത്തിയാൽ അതിൽ നിന്നാണ് പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യത എന്ന് ഭഗവാൻ പറഞ്ഞത്. ആ ശ്രേയസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വിശേഷ ബുദ്ധിയോട് പ്രവർത്തിക്കുന്ന ഈശ്വരീയ ശക്തികളാൽ പ്രവർത്തിക്കപ്പെടുന്ന എല്ലാ ശക്തികൾക്കും ഉടമയായിട്ട് നമുക്കൊരു ശരീരം, മനുഷ്യ ശരീരം നൽകിയിട്ടുണ്ട്. അതിൽ മനസ്സും ബുദ്ധിയും ഭഗവാന്റേതാണ്. അന്ധകരണം ശരീരത്തിന് പോലും കേവലം നമ്മൾ സൂക്ഷിപ്പുകാരാണ്. അത് നമ്മളിലുള്ള ദൈവീയ ശക്തികളെ നമ്മൾ പോഷിപ്പിക്കുക. ആ പോഷിപ്പിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇഷ്ടഭോഗങ്ങൾ നൽകും. ആ ഇഷ്ടഭോഗങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് അതിൻ്റെ യജ്ഞശിഷ്ടം ഭുജിച്ചാൽ അതാണ് ശ്രേയസ്. അതാണ് എന്നെന്ന് നിലനിർത്തുന്നത് എന്തോ അതാണ് ശ്രേയസ് എന്ന് പറയുന്നത്. ആ ശ്രേയസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ഓം 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 ഗുരുർബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഒരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്ദത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്നത്തെ ശ്ലോകങ്ങളൊന്ന് ചൊല്ലിയിട്ടേക്കാം. കേൾക്കേണ്ടവർ കേട്ട് പഠിച്ചുകൊള്ളുക. കർമ്മേന്ദ്രിയാണി സംയമ്യ യാസ്തേ മനസ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാരസൗച്യതേ യസ്തേന്ദ്രിയാണി മനസാ നിയമ്യാരവതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സ വിശിഷ്യതേ. നീതം കുർമ കർമ്മത്തം കർമ്മജായോഹ്യ കർമ്മണ ശരീരയാത്രാ വിജതേ നാപ്രസിദ്ധ്യേത കർമ്മണാം യജ്ഞാർത്ഥാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗഃ സമാചരാം. സഹയജ്ഞാ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി
അനേന പ്രസവിഷത്വം ഏഷവോസ്തുഷ്ട കാമത് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വാഘ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാപ്സ്യതാം ഇഷ്ടാൻ ഭോഗാൻ യോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഘ തൈദധാനപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സേന ഏവ സാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.